ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ സാക്ഷ്യം ഷെയർ ചെയ്യേണ്ടതിന് ആ പ്രിയ കർത്താവിൻ്റെ ദാസി ദീപ്തിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദീപ്തി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ, ഇല്ലയോ? ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ആയിരിക്കുന്ന ഇടത്ത് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. ജീവിതത്തിൽ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ അനുഭവങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഹല്ലേലൂയ. നിങ്ങളുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ദാസ്യ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹല്ലേലൂയ കർത്താവെ നടത്തിയ വിധങ്ങളും വഴികളും കർത്താവെ അങ്ങയുടെ മഹത്വമൊക്കെ പ്രസ്താവിപ്പാൻ തക്കൊണ്ട് നിന്റെ ദാസിയെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണമേ. കേൾക്കുന്നവർക്ക് വലിയ വിടുതലായി മാറുവാൻ അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാനാ അനേകർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചാട്ട്. സമ്പൂർണ്ണമായ ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദീപ്തി, കർത്താവ് സഹായിക്കട്ടെ. അപ്പം നമ്മളോടൊപ്പം ആയിരിക്കുന്നത് എവിടെ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനെ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അറിവ് ലഭിക്കുന്നതിന് വേണ്ടി. ഓക്കെ ആൻറ്റി, ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന കുവൈറ്റിൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും ഇപ്പം നാട്ടിലാണ് അവരുള്ളത്. എനിക്കൊരു മോനുണ്ട്, ഷെർലറ്റ് അനി ഡേവിഡ്. മോനിപ്പം ബിടെക്കിന് സെക്കൻഡ് ഇയർ കഴിയാറായി. അവന് കോയമ്പത്തൂർ കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു. മോള് മെറിൻ അനി ഡേവിഡ്, കുഞ്ഞ് 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ 9th കയറി. ഇപ്പൊ അവര് നാട്ടിലായിരിക്കുന്നു. എന്റെ കുടുംബം അതാ. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഇനിയുള്ള സമയമേ ദീപ്തിക്ക് നൽകി തരികയാണ്. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ പ്രസ്താവിക്കാം. അതിനായി ദീപ്തിയെ കർത്താവ് ബലപ്പെടുത്തട്ടെ. ഗുഡ് ബ്ലസ് യു. ഓക്കെ. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ രക്ഷ, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, എൻ്റെ കർത്താവ് എനിക്ക് തന്ന വിടുതലുകളുടെ സാക്ഷ്യം, എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ തന്ന അത്ഭുത സൗഖ്യം, രോഗസൗഖ്യം, ഇതൊക്കെയും ഇപ്രകാരം എൻ്റെ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി സാക്ഷിക്കുവാൻ, എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇപ്രകാരം ജോയ്സ് ടിവിയിലൂടെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന പ്രിയ ആൻറ്റിയോടും ജോയ്സ് ടിവിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി, താങ്ങായി, ഒരു ബലമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് ദീപ്തി അനി. എൻ്റെ ഹസ്ബൻഡ് അനി ഡേവിഡ്. മക്കള് 2 പേര്, കുഞ്ഞുങ്ങൾ ഷെർലറ്റ്, മെറിന്. അവർ 3 പേരും നാട്ടിലായിരിക്കുന്നു. കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 40:5 ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്ത, എൻ്റെ കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുള്ളൊരു കർത്താവാണ് നാം സേവിക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളൊക്കെ ഇന്ന് രാത്രികാലം വർണ്ണിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മർത്തോമ പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത്, കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മർത്തോമ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവ്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എൻ്റെ പപ്പ ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചു. എനിക്ക് 3 സഹോദരങ്ങൾ, 3 ബ്രദേഴ്സാണ് എനിക്കുള്ളത്. മൂത്തൊരു ബ്രദർ, എനിക്ക് ഇളയത് 2 ബ്രദേഴ്സാണുള്ളത്. വളരെ ഒരു കഷ്ടപ്പാടിലൂടെയൊക്കെ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വളർത്തി, എന്നെ പഠിപ്പിച്ചു. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞു. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ US എൻ്റെ പപ്പയുടെ ഒരു പെങ്ങളുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി എന്നെ നഴ്സിംഗ് പഠിപ്പിച്ചു. ഈ ഒരു നിലകളിലൊക്കെ വരുവാനായിട്ട് ദൈവം സഹായിച്ചു. ചെറിയ പ്രായം തൊട്ട് തന്നെ സൺഡേ സ്കൂള്, യുവജന സഖ്യം, മർത്തോമ പാരമ്പര്യത്തിലേതായിട്ടുള്ള വിശ്വാസങ്ങളിലൊക്കെ വളർന്നു വരുവാൻ, കർത്താവിനോടുള്ള ബന്ധത്തിൽ തന്നെ വളരുവാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥനാ ജീവിതം
ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ഭവനത്തിൽ ആരും എൻ്റെ കൂടെ വന്നിരുന്നില്ലെങ്കിലും സന്ധ്യയാകുമ്പോൾ പായിട്ട് പ്രാർത്ഥിക്കുന്ന, പാട്ടുപാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതുപോലെ മുന്നോട്ട് വളർന്നു വന്നപ്പോഴും ഇവിടെ പ്രാർത്ഥനാ കൂട്ടങ്ങൾക്കൊക്കെ പോകാനും എല്ലാം ഒരു താല്പര്യം എന്നിലുണ്ടായിരുന്നു. അത് നഴ്സിങ്ങിന് കടന്നു ചെന്നപ്പോൾ ഇച്ചിരൂടെ ആത്മീയമായിട്ട് ബലപ്പെടുവാൻ ദൈവം സഹായിച്ചു. അവിടെയൊക്കെ നല്ല കൂട്ടായ്മ, നഴ്സിങ്ങിന് കടന്നു ചെന്നപ്പോഴാണ് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുവാൻ പഠിച്ചത്. അവിടെ ഞങ്ങൾ മർത്തോമക്കാര്, യാക്കോബക്കാര്, പെന്തിക്കോസ്തുകാര് ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന പ്രാർത്ഥന, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. ഒരു പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിച്ചത് അവിടെ നിന്നാണ്. സ്തോത്രം. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം അവിടുന്ന് കഴിഞ്ഞു. പിന്നെ ഞാൻ ഗുജറാത്തിലേക്ക് കടന്നുപോയി. എൻ്റെ അമ്മയുടെ ആങ്ങളെ അവിടെയുണ്ട്. എന്നെ ഗുജറാത്തിൽ ജോലിക്കായിട്ട് അവിടെ കടന്നുപോയി. ആ ജോലിക്കായിട്ട് അവിടുന്ന് കടന്നുപോയി. അവിടെ ഹോസ്റ്റലിലായിരിക്കുമ്പോൾ അവിടെ ഒരു ദേവദാസൻ ഇങ്ങനെ കടന്നു വന്ന് ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ് എടുക്കുവാനായിട്ട് വന്നു. ഒരാഴ്ച ബൈബിൾ ക്ലാസ് എടുത്തു. അതിനു മുമ്പ് തന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പെന്തിക്കോസ്തുകാരെയൊക്കെ കാണുമ്പോഴും അവർ പറയുന്ന വചനങ്ങളും ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇത് പാസ്റ്റർ ഇങ്ങനെ ബൈബിൾ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് എന്നോട് അവിടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ആർക്കെങ്കിലും സ്നാനപ്പെടുവാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആരുടെയും സ്നാനം നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ, ശിശു സ്നാനത്തെക്കുറിച്ചൊക്കെ പാസ്റ്റർ പറഞ്ഞിട്ട് നിങ്ങൾ സ്നാനപ്പെട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു, പാസ്റ്റർ എൻ്റെ സ്നാനം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം എൻ്റെ പപ്പ ബോംബെയിലായിരുന്നു ജോലി. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലെ ആ ശിശു ആയിരുന്നപ്പോൾ ഉള്ള സ്നാനം ഞങ്ങൾക്ക് തന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് എന്നെ സ്നാനപ്പെടുത്തുന്നത്, പള്ളിയിലെ സ്നാനം തരുന്നത്, മാമോദീസ തരുന്നത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് നിർത്തിക്കൊണ്ടാണ് എനിക്ക് സ്നാനം അച്ഛൻ തന്ന, അതിനകത്ത് ഇരുത്താനുള്ള പ്രായമല്ലല്ലോ അത്. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ എൻ്റെ സ്നാനം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അത് വിശ്വസിച്ചുകൊണ്ട് അല്ലല്ലോ ചെയ്തത്. അത് കാരണം അങ്ങനെ സ്നാനത്തെക്കുറിച്ചുള്ള ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ ആഗ്രഹം തോന്നി, എൻ്റെ കർത്താവിനോട് ചേരണം. അന്നത്തെ ആഗ്രഹം ഇത് മാത്രമായിരുന്നു, കർത്താവ് വരുമ്പോൾ കർത്താവിന് കൂടെ പോകണം. അതിനുള്ളൊരു മാർഗമായിട്ടാണ് ഞാൻ അന്ന് അതിനെ വിശ്വസിച്ചത്. കർത്താവിനോട് ചേർന്ന് നമ്മളിപ്പോൾ ഒരു പാസ്പോർട്ടും വിസയും ഒക്കെ, വിസ വരുമ്പോൾ പോകാനായിട്ട് പാസ്പോർട്ട് എടുത്ത് വെക്കുന്ന പോലെയൊക്കെ അന്ന് എനിക്ക് തോന്നി, റെഡിയായിട്ട് ഇരിക്കണം. അങ്ങനെ ഒരു വിശ്വാസത്തിന് ഇതില്ല ഞാൻ. പക്ഷെ മർത്തോമ സഭ വിടുവാനൊന്നും എനിക്ക് ഇഷ്ടമില്ല. എൻ്റെ ആഭരണങ്ങൾ ഉരുവാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ ഞാൻ പാസ്റ്ററോട് ഈ ഡിമാൻഡ് എല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ആഭരണം, ഞാൻ അധികം ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല, എന്നാലും എനിക്ക് ഉള്ളതൊന്നും ഊരായി മാറ്റാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ്, കുഴപ്പമില്ല ദീപ്തി, നമുക്ക് സ്നാനം എന്തായാലും അത് വേണ്ടിയതാ അത് എന്ന് പറഞ്ഞ് പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തുവാനായിട്ട് ഇടയായി. 2002 ആ ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഗുജറാത്തിൽ വെച്ച് സ്നാനപ്പെട്ടു. അത് എൻ്റെ അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, അമ്മ ഞാനിങ്ങനെ സ്നാനപ്പെടുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെ കുഞ്ഞിലെ ഞങ്ങൾ സ്നാനപ്പെടുത്തിയത്, ഇനി എന്തിനാ ഒരു സ്നാനം കൂടെ, അങ്ങനെ പറഞ്ഞെങ്കിലും പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊന്നും ആരും അങ്ങനെ എതിർപ്പോ അങ്ങനൊന്നും പറയുന്ന ആരുമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ എതിർപ്പുകളൊന്നുമില്ല. ഞാൻ സ്നാനപ്പെട്ടു. പക്ഷെങ്കിൽ ആ കൂട്ടായ്മയിലൊന്നും അങ്ങ് നിൽക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല, ഉപദേശത്തിൽ നിൽക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. സ്നാനപ്പെട്ടു, പിന്നെ 1-2 കൂട്ടായ്മയ്ക്കൊക്കെ പോയി. പെട്ടെന്ന് എൻ്റെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ വർഷം തന്നെ 2002 ജൂൺ മാസം തന്നെ പെട്ടെന്ന് എനിക്കൊരു വിവാഹാലോചന വന്നു. കുണ്ട്രയുടെ പ്രദേശത്ത് നിന്ന് ഒരു ആലോചന വന്നു. പുള്ളിക്കാരൻ അന്ന് ഇവിടെ കുവൈറ്റിലാണ്. പെട്ടെന്ന് ആ ഒരു വിവാഹം നടക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, ഞാനിങ്ങനെ സ്നാനപ്പെട്ടതാ, പക്ഷെ ഞാൻ നിൽക്കുന്നത് മർത്തോമായിലായതുകൊണ്ട് അവർക്കൊന്നും അതൊരു പ്രശ്നമില്ല. CSIയിലോട്ടാണ് എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ വിവാഹം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ 3 മാസക്കാലം നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. അത് കഴിഞ്ഞ് പുള്ളിക്കാരനെ കുവൈറ്റിലേക്കും വന്നു. എന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കുവൈറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. വിസ എടുക്കുവാനായിട്ട് ഇടയായി. അതൊരു സോൺ വിസയാണ്. ഇവിടുത്തെ ജോബ് വിസയിൽ തന്നെ എന്നെ ഇവിടെ കൊണ്ടുവരാനായിട്ട് വിസ എടുത്ത് ആ സമയത്തൊക്കെ ഞാൻ ഇവരുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഇവർ CSI ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും കൂടുതലും കത്തോലിക്ക അങ്ങനെ ഒരു വിശ്വാസവും കൂടെ, ഈ വിഗ്രഹാരാധന, മാതാവിനെ വണങ്ങുക, അങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അത് എന്നോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ അങ്ങനെ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുകയോ
അങ്ങനെ മാതാവിന് ഭക്തയോ അങ്ങനൊന്നും മർത്തമായിൽ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നുകൊണ്ട് എനിക്ക് അതിനോട് യോജിച്ച് പോകാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും വിവാഹം കഴിഞ്ഞ ഉടനെ ഇതിനോടൊന്നും എതിർത്ത് നിൽക്കാതെ അവരോട് ചേർന്ന് ഞാനും പോകും. ഇങ്ങനെ ഓരോ പള്ളികളിലൊക്കെ കൊണ്ടുപോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അന്ന് വിസ എടുത്തു. ഇവിടെ ആദ്യത്തെ ഞാനൊരു വിസിറ്റ് വിസയിൽ ഇവിടെ കടന്നു വന്നു. ആ വിസിറ്റ് വിസിങ്ങിൽ ഇവിടെ കടന്നു വന്നു. ആ സമയത്തായിരുന്നു സദ്ദാമിനെ ഇവിടെ ഇറാഖിൽ വെച്ച് പിടിക്കുകയും അങ്ങനെ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെ ആ വിസിറ്റ് വിസ കഴിയുമ്പോഴത്തേന് ഞാൻ മടങ്ങിപ്പോയി. പിന്നെ സൂൺ വിസ, ജോബ് വിസയിൽ പിന്നെ ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് കടന്നു വന്നു. അപ്പോൾ ആ വിസ എടുക്കുമ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങൾ തുടങ്ങി. വിസ എടുത്തു, മെഡിക്കലിൽ കടന്നുപോയി, മെഡിക്കൽ അൺഫിറ്റായി. അപ്പോൾ എനിക്ക് വളരെ പ്രയാസമായി. എൻ്റെ ജീവിതത്തിൽ HCV എന്ന് പറയുന്ന ഒരു രോഗം അവർ പറയുന്നത്. പക്ഷെ അവർ പറഞ്ഞ വിസയിൽ ഇതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വേറെ ഒന്നുകൂടി മെഡിക്കൽ എടുത്ത് നോക്ക്. പക്ഷെ അത് ശത്രു ഒരുക്കിയ ഒരു പദ്ധതിയായിരുന്നു. അന്ന് മുതൽ എന്നെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൊണ്ടുവന്നിട്ട് കടത്തി വിടുകയില്ലെന്നുള്ള ഒരു ശത്രുവിന്റെ ഒരു പദ്ധതി. എന്നാൽ ഒരു 3 മാസത്തെ കാലാവധിക്കുള്ളിൽ നമ്മൾ ഈ ദേശത്തേക്ക് കയറി വരണം. അപ്പൊ ആ 3 മാസം കഴിയാറായപ്പോഴത്തേന് ഞാൻ വളരെ പ്രയാസപ്പെട്ടു. എൻ്റെ ദൈവമേ, ഒരു വിവാഹത്തിലേക്ക് കടന്നു, നല്ലൊരു ജീവിതം കർത്താവ് തന്നു, ആ സന്തോഷമൊക്കെ പോകുമല്ലോ എന്നൊക്കെ ഉള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പുതിയൊരു ഭവനത്തിലേക്ക് കടന്നു എന്നതാ. എനിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടോ, എന്നാൽ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ളൊരു മനസ്സ്, ഒരു ബുദ്ധി അന്ന് തോന്നിയില്ല. അങ്ങനെ ഞാൻ ഭാരപ്പെട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ചെന്നൊരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, ദീപ്തി ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? ഇല്ല, അങ്ങനെ ചെയ്തില്ലല്ലോ, ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് DDRCയിൽ പോയി എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു അസുഖവും ഇല്ല. ഞാൻ പിന്നെയും ഒന്നുകൂടെ എനിക്ക് ഡൗട്ടായിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ആ മെഡിക്കലിൽ ഞാൻ പിന്നെ എറണാകുളത്ത് പോയി മെഡിക്കൽ എടുത്തു. ഞാൻ ഈ കുവൈറ്റിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. എയർപോർട്ടിൽ വന്നപ്പോൾ അവിടെയും തടസ്സമാണ്. എയർപോർട്ടിൽ ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വരുമ്പോഴത്തേന് അവിടെ തന്നെ അവര് എന്നോട് ചോദിച്ചു എന്തിനാ. അന്നൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സമയമായിരുന്നു. കാരണം ഒരുപാട് ഹൗസ് മെയ്ഡായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെയൊക്കെ കടന്നു വരുന്ന കാരണം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവരെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. അവരപ്പോൾ എന്നോട് ചോദിച്ചത്, പിന്നെ സിസ്റ്റർ എന്തിനാ അങ്ങോട്ട് പോകുന്നേ, അത് ഏത് വിസ? എനിക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും അറിയത്തില്ല, ഇത് ഏത് വിസയാണെന്നോ. എനിക്കന്ന് ഒരു ഓഫീസ് ജോബിലേക്കുള്ളൊരു വിസയാണ് എനിക്ക് എടുത്തേക്കുന്നത്. അതൊന്നും എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. എന്നെ അവിടെ മാറ്റി നിർത്തിയ, ഇമിഗ്രേഷന് പോലും കഴിയാതെ എന്നെ അവിടെ മാറ്റി നിർത്തി. വെയിറ്റ് ചെയ്യും, ഞങ്ങളുടെ ഒരു ഓഫീസർ വരട്ടെ, ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും പോയി, എൻ്റെ ഒപ്പമുള്ളവരെല്ലാം പോയി. ഞാൻ മാത്രം ഇങ്ങനെ മാറി അവിടെ ഇരിക്കുക. ഞാൻ വളരെ എൻ്റെ കണ്ണിലങ്ങ് ഇരുട്ട് കയറുന്ന പോലെ എനിക്ക് തോന്നി. കർത്താവ്, ഇതിനകത്ത് പോയില്ലെങ്കിൽ ആ വിസ തീരാൻ ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ, അത് എക്സ്പയറി ആയി കഴിഞ്ഞ് ഇത്രയും പൈസ കൊടുത്തെടുത്ത വിസയാണല്ലോ. അങ്ങനെ എല്ലാം ഭാരത്തോടെ ഞാൻ ഇങ്ങനെ ഇരിക്കുക. എന്നെ വിളിക്കുന്നില്ല. ഞാൻ ആ കൗണ്ടറിലോട്ട് ചെന്ന് പിന്നെയും ഞാൻ ചോദിക്കുക, സാറേ എൻ്റെ കാര്യം എന്തായി? അപ്പോഴവര് പിന്നെയും പറഞ്ഞു, എന്തിനാ അവിടെ പോകുന്ന, ആരാ അവിടെ ഉള്ളത്? അപ്പൊ ഞാൻ എൻ്റെ സത്യമായിട്ട് ഞാനങ്ങ് പറഞ്ഞു, സാറേ ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്, എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എന്നെ ഇങ്ങനെ വിസ എടുത്ത് കൊണ്ടുപോവുക. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കും. ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സൂട്ട് കേസ് എല്ലാം തുറന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് കാണിച്ചു. അപ്പൊ ആ ലാസ്റ്റ് മൊമെന്റിൽ അവരെ എനിക്ക് പെർമിഷൻ തന്നു പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ കുവൈറ്റിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഇവിടെ വന്നു. ഇവിടുത്തെ മെഡിക്കലിൽ ഒന്നും എനിക്കൊരു പ്രയാസവും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. എനിക്ക് ആദ്യത്തെ മിനിസ്ട്രി എക്സാം, അന്ന് മിനിസ്ട്രി എക്സാം 3 ചാൻസുകളാണ് അവർ തരുന്നത്. ഇവിടുത്തെ MOHന്റെ ആദ്യത്തെ എക്സാമിന് വേണ്ടി ഞാൻ വളരെ പ്രിപ്പയർ ചെയ്തു, നന്നായിട്ട് പഠിച്ചു. അതെല്ലാം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്, എനിക്കെല്ലാം അറിയാം. അങ്ങനെ ആദ്യത്തെ അപ്പോഴത്തേന് എൻ്റെ ഹസ്ബൻഡിന്റെ ഉണ്ടായിരുന്ന ഒരു ജോലി അങ്ങ് നഷ്ടപ്പെട്ടു. പുള്ളി എന്നിട്ട് ഇറാഖിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അവരുടെ കമ്പനിയിൽ നിന്ന് ഇറാഖിലേക്ക് ജോലിക്കായിട്ട് വിട്ടു. അത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു അവിടെ പോയി. കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കുറിച്ച് ഒരു വിവരവും നമുക്കറിയത്തില്ല. ഈ കുവൈറ്റിന്റെ ബോർഡർ വിട്ട് കഴിഞ്ഞ് ഇറാഖിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെ കുറിച്ച് ഒരു ഇൻഫർമേഷനോ എനിക്ക് ഫോൺ വിളിക്കാനോ
ഒന്നും കഴിയത്തില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ പുള്ളിക്കാരൻ ഇവിടെ വരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യം എന്നെ കൊണ്ടുവന്നു. ജോലി ശരിയായില്ല. എനിക്ക് ഇവിടുത്തെ മോയിച്ച് ജോലി കിട്ടിയില്ല. പിന്നെ ആ ഒരു കടം കൊണ്ടുവന്ന വിസ എടുത്തതിന്റെ കടമുണ്ട്. ഇതൊക്കെ കൊണ്ട് പുള്ളിക്കാരൻ ആ കിട്ടിയ ജോലിക്ക് ഇറാഖിലേക്ക് ആ റിസ്ക് എടുത്തായാലും പോകാനായിട്ട് തയ്യാറായി. അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് വിട്ട പ്രകാരം അങ്ങനെ ഈ ഒരു വ്യാഴാഴ്ച തിരിച്ചു വരുന്ന വ്യാഴാഴ്ച, ശനിയാഴ്ച വെളുപ്പിനെ പോകും, പിന്നെ പിറ്റേ വ്യാഴാഴ്ച വരത്തുള്ളൂ. അവിടുന്ന് പോയി കഴിയുമ്പോൾ എനിക്ക് ടെൻഷൻ. അവിടെയാണെങ്കിൽ പട്ടാളക്കാരും പട്ടാളക്കാരുടെ അകമ്പടിയോട് കൂടിയാണ് പോകുന്നത്. പോയിട്ട് തിരിച്ചിവിടെ വരുന്നത് വരെ എനിക്ക് ടെൻഷനാ. കർത്താവ് അവിടെ ആയിരിക്കുമ്പോൾ എന്തായിരിക്കും, അവിടെ ചെന്ന് ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ സേഫ് ആണെന്നാ പറയുന്നത്. ഹോട്ടലിൽ തന്നെ ഇരുന്നാൽ മതി, പിന്നെ പുറത്തിറങ്ങുമ്പോഴൊക്കെ പ്രശ്നങ്ങളുള്ളൂ. അങ്ങനെ പിന്നെ ആ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ജോലിയില്ല. ഇങ്ങനെ വളരെ ഭാരത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഇവിടെ മിനിസ്ട്രിയുടെ എക്സാം, ഞാൻ ആദ്യത്തെ എക്സാം ഞാൻ ഫെയിലായിപ്പോയി. ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസോട് കൂടി ഞാൻ എക്സാം എഴുതി. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അതിലില്ല. ദൈവഹിതപ്രകാരമല്ല പോയിരുന്നതെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ റെക്കമെൻഡോട് കൂടിയൊക്കെ ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെയല്ല, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു വാഗ്ദത്വമുണ്ട്. എനിക്ക് ദൈവം വിളിച്ച് തരുന്ന ഒരു ജോലിയാണ് അത്. പക്ഷെ നമ്മൾ വേറെ വഴിക്ക് പോയാൽ അത് ദൈവം അത് തരത്തില്ല. അങ്ങനെ പോയിട്ട് ആ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു, ഇനി നോക്കേണ്ട കാര്യമില്ല, ഞാൻ പാസ്സായി എന്നുള്ള രീതിയിലായിരുന്നു അന്ന്. പക്ഷെ റിസൾട്ട് ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരില്ല. ഞാൻ ആകെ തകർന്നു പോയി. എൻ്റെ കർത്താവേ, ഒരു ജോലിയുമില്ല, ഇങ്ങനെ കടവുമായി ഇങ്ങനെ എങ്ങനെ എത്ര നാളിങ്ങനെ നിൽക്കും. 2 വർഷത്തെ വിസയുണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പ്രൈവറ്റിലൊക്കെ എൻ്റെ ബയോഡേറ്റ കൊടുത്തു. അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്നെ വിളിക്കുവാനിടയായി തീർന്നു. പ്രൈവറ്റ് ചെറിയ ക്ലിനിക്കാണ്. ആ ക്ലിനിക്കിൽ 2 ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ട്. വളരെ ചെറിയൊരു ശമ്പളം, എന്നാലും ഞങ്ങൾ സമ്മതിച്ചു. കുഴപ്പമില്ല, ഇവിടെ നിന്ന് ജീവിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ആ ജോലിക്ക് പോകാനായിട്ട് തയ്യാറായി. അവിടെയും മിനിസ്ട്രിയുടെ എക്സാം പാസ്സാകണം. അവിടെ പ്രൈവറ്റ് ജോലി ചെയ്യണമെങ്കിലും മിനിസ്ട്രിയുടെ എക്സാം പാസ്സാകണം. അപ്പം ഈ മിനിസ്ട്രിയുടെ എക്സാമിന് വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് തന്നെ അവിടെ ജോയിൻ ചെയ്തപ്പോഴും ഞങ്ങൾ ഓർത്ത് 2 വർഷത്തെ വിസ ഉണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ ഇവിടെ നിന്നുകൊണ്ട് മിനിസ്ട്രിയിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവര് ആ ലൈസൻസ് എക്സാമിന് എന്നെ പെട്ടെന്ന് തന്നെ വിട്ടു. അപ്പൊ ആ ലൈസൻസ് എക്സാമിന് വിട്ടു. അവിടെയും കുറെ അധികം ആൾക്കാരുണ്ട് ഇന്റർവ്യൂ ബോർഡിൽ തന്നെ ഒരു 3-4 പേര് ഇരുന്നുകൊണ്ടാണ് നമുക്ക് ഇന്റർവ്യൂ എടുക്കുന്നത്. അവിടെ ഞാനിങ്ങനെ ഓർക്കുന്നത്, ദൈവമേ, ഈ ഒരു ജോലിയും കൂടെ കിട്ടിയില്ല, ഞാൻ എങ്ങനാവും ഞങ്ങളുടെ ജീവിതം. അങ്ങനെയൊക്കെ ഭാരപ്പെട്ട് ഈ പുള്ളി ഇങ്ങനെ ഇത്രയും റിസ്ക് എടുത്ത് ജോലിക്ക് പോകുന്നത്, അവിടെ ഹസ്ബൻഡ് അതിലൂടെ ഒക്കെ കടന്നു പോകുന്നു. അങ്ങനെ ഇവിടെ ഈവനിങ്ങിലായിരുന്നു അന്ന് ഇന്റർവ്യൂ നടക്കുന്നത്. ആ ഈവനിങ് ഒരു രാത്രി സമയത്ത് എന്നെ ഇന്റർവ്യൂവിനെ വിളിച്ചു. അവിടെ ചെന്നിരുന്നു. ആ ഇന്റർവ്യൂവിലും എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്തു. അവരെന്നോട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആൻസർ പറഞ്ഞു. ഞാൻ ICU എക്സ്പീരിയൻസ് എനിക്കുള്ളത് നാട്ടില്. അപ്പം ആൻസറൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് ആൻസർ ഇല്ല. ഞാൻ ഇങ്ങനെ അവരുടെ മുന്നിൽ ആകെ വിഷമിച്ചിരിക്കുക. ഇവരെല്ലാവരും അറബിയിൽ ഇങ്ങനെ നല്ലതായിട്ട് അവർ ഭയങ്കര ഒച്ചയിൽ വർത്താനം പറയുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കതിൽ ആലോചിക്കാനുള്ളൊരു സമയമുണ്ട്. അവരെല്ലാം കൂടെ വർത്താനം പറയുകയും ചിരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആ ഒരു ഭാരത്തിലോട്ട് ഞാനിങ്ങനെ ആ ഒരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുക. ദൈവമേ, എനിക്ക് ജോലി കിട്ടിയില്ലേ, ഞാൻ എങ്ങനെ ആകും എന്നൊക്കെ ഉള്ള, ഹസ്ബൻഡ് വീട്ടുകാര് അവരുടെ മുമ്പിൽ എന്താകും എന്നൊക്കെ ഉള്ള ഒരു ഭാരത്തിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അപ്പോഴുണ്ട് ഇവരുടെ വായിന്ന് തന്നെ ഒരു വേർഡ് ഞാൻ കേട്ടു. എനിക്ക് പറയേണ്ട ആൻസർ തന്നെ ഇവർ അറബിയിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേട്ടു. അപ്പം സെക്രീഷൻ എന്നൊരു വാക്ക് ഞാൻ കേട്ടു. അപ്പം ചോദിച്ച ആൻസറിന്, ചോദിച്ച ക്വസ്റ്റ്യന് ഞാൻ ആൻസർ, അപ്പൊ ഒരു വർത്താനം നൽകാൻ കഴിഞ്ഞിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി, എന്താ നിനക്ക് ആൻസർ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ആൻസർ പറഞ്ഞു. അവർ ഉടനെ തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ചു നോക്കി. അങ്ങനെ ചെറിയ ക്ലിനിക്കിൽ എനിക്ക് ജോലി ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. 3.5 വർഷം ഞങ്ങൾ അങ്ങനെ ഞാൻ അവിടെ ആ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മൂത്ത കുഞ്ഞുണ്ടായി 2005. പക്ഷെ ഇതിനിടയ്ക്കെല്ലാം ഞാൻ ഈ കത്തോലിക്ക RCയിലാണ് ഹസ്ബൻഡ് ഇവിടെ വെച്ച് പോകുന്നത്. കൂട്ടുകാരെല്ലാം RCക്കാരായോണ്ട് ആ ഒരു രീതിയിൽ അവരെല്ലാം നല്ല സ്നേഹിതരാ. അവരുടെയൊക്കെ കൂട്ടത്തിൽ പോകും. അപ്പം എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇതിനകത്ത്, ഈ RC പള്ളിയിൽ പോകുന്നത്. ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ആരാധനയുടെ ശബ്ദം നമുക്ക് ചുറ്റും, ഏതെങ്കിലും വീട്ടിലൊരു പ്രാർത്ഥന
പാട്ട് പാടുന്ന പ്രാർത്ഥനയും എല്ലാം കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമെന്ന് എൻ്റെ ചിന്ത മുഴുവനും. അവിടെ പോകാനും അവരുടെ കൂട്ടത്തിൽ പോയിരുന്നാൽ പ്രാർത്ഥിക്കാനും അങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ മുടക്കത്തില്ല, അങ്ങനെ പോകുമായിരുന്നു. ഹസ്ബൻഡും ആദ്യമൊക്കെ എൻ്റെ കൂടെ വരും. പുള്ളിക്കും ഇതെല്ലാം സന്തോഷമാണ്, പാട്ട് പാടുന്നതും പ്രസംഗം കേൾക്കുന്നതൊക്കെ പുള്ളിക്ക് താല്പര്യമായിരുന്നു. എന്നാൽ ഇതിലേക്ക് ഞാനങ്ങ് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അതിനോട് എതിർപ്പ് തുടങ്ങി. ഞാൻ പറഞ്ഞു, കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ എന്നെ മർത്തോമ പള്ളി വിടണം, അല്ലെങ്കിൽ എന്നെ പെന്തിക്കോസ്തില് ആരാധനയ്ക്ക് വിടണം. അപ്പം ഇത് രണ്ടും പറ്റത്തില്ല, പുള്ളി വരത്തുമില്ല. അങ്ങനെ ഞങ്ങളൊരു 3 വർഷക്കാലം ഞങ്ങൾ രണ്ടുപേരും, ഞാൻ പോകാതായി പുള്ളിയോടൊപ്പം. അത് കാരണം പിന്നെ പുള്ളിയും പോകാതായി, ഞാൻ ചെല്ലുന്നില്ല പുള്ളിയുടെ കൂടെ. അത് കാരണം പുള്ളിയും ഞങ്ങൾ രണ്ടുപേരും ഒന്നും പോകാതെ ഒരു 3-3.5 വർഷക്കാലം വീട്ടിലിരുന്നു ആരാധനയ്ക്ക്. പിന്നെ പുള്ളിക്കാരൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ 2-3 മാസത്തേക്കായിരിക്കും പോകുന്നത്. ആ സമയത്ത് ഞാൻ ഇവിടെ ആയിരിക്കുമ്പം കിട്ടുന്ന ഒന്നും വിടാതെ ആ കൂട്ടായ്മകൾക്കൊക്കെ പോകും. കാണുന്ന ദേവദാസന്മാരോടെല്ലാം ഞാൻ പറയും, എൻ്റെ ഹസ്ബൻഡ് വിശ്വാസത്തിൽ വന്നിട്ടില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരോടും പറയും. വീട്ടിലുള്ള മിക്ക ചർച്ചകളിൽ ഞാൻ പോവുകയും അങ്ങനെ. എനിക്ക് നല്ല കൂട്ടുകാരെയും ദൈവം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് വേണ്ടി ഒരുക്കി. നല്ല ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ആ ഒരു കൂട്ടായ്മയിലേക്ക് പിന്നെ എന്നെ തിരിച്ച് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള അങ്ങനെ ഉള്ള കൂട്ടുകാരെ ദൈവം ഒരുക്കി. എല്ലാത്തിനും ദൈവത്തിന് ഞാൻ സ്തോത്രം, നന്ദി പറയുക. അങ്ങനെ ഞാൻ 2007 ആ ഒരു ക്ലിനിക്കിൽ തന്നെ അവിടുത്തെ കുറെ ഡോക്ടേഴ്സിനെയൊക്കെ പറഞ്ഞു വിട്ട സമയത്ത് അവരുടെ ആ ഒരു മാൻ പവർ കുറയ്ക്കുന്ന നഴ്സസിനെയും കൂടെ അവർ കുറച്ചു. അങ്ങനെ ഒരു സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോഴേ അവർക്ക് എന്നോട് അത്ര ഇഷ്ടമില്ലായിരുന്നു, ആ ഒരു മാനേജ്മെന്റിന്. കാരണം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ പ്രഗ്നന്റ് ആകരുത് 2 വർഷത്തേക്ക്, അങ്ങനെ ഒരു റൂളുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് ഒരു 4 മാസമായപ്പോഴേ ഞാൻ പ്രഗ്നന്റ് ആയി. കാരണം എൻ്റെ വിവാഹം 2002 കഴിഞ്ഞു, 2 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഒരു കുഞ്ഞ് ഞങ്ങൾക്ക് വേണമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ പ്രഗ്നന്റ് ആവുകയും ചെയ്തു. അപ്പൊ ഇവർക്ക് ഒട്ടും എന്നെ ഇഷ്ടമില്ല അവിടെ. അപ്പൊ അവര് എന്നെ ആ ലിസ്റ്റിൽ ആദ്യം തന്നെ എന്നെ ഒഴിവാക്കാൻ എന്നോട് പറഞ്ഞു, നീ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അന്വേഷിച്ചോ, ഞങ്ങൾ റിലീസ് തരാം എന്ന് പറഞ്ഞു. ലൈസൻസും ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ, ആ സമയത്ത് ഇവിടെ മിനിസ്ട്രിയിൽ ആളെ എടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അന്നേരവും ഞാൻ ഭാരപ്പെട്ട് ഈ ജോലിയും പോയല്ലോ. അങ്ങനെ ഭാരപ്പെട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ, വേറൊരു ഇച്ചിരൂടെ വലിയൊരു ഹോസ്പിറ്റലിൽ ബയോഡേറ്റ കൊണ്ട് കൊടുത്തു. അവരെന്നെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ലൈസൻസ് റിലീസൊക്കെ ഉള്ള കാരണം ഏത് പ്രൈവറ്റിൽ കൊണ്ട് കൊടുത്താലും അവർ നമ്മളെ സെലക്ട് ചെയ്യും. അങ്ങനെ ആ സമയത്തും എനിക്ക് ആ മിനിസ്ട്രിയിൽ കിട്ടാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു 2 വർഷം. 2 വർഷം അവിടെ ജോലി ചെയ്തു. 2ാമത്തെ വർഷം ആയപ്പോഴത്തേന് എൻ്റെ ഹസ്ബൻഡും പുള്ളിക്കാരന് സ്വന്തമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത്. അന്നേരം പുള്ളിക്കാരനും കുഞ്ഞും കൂടെ നേരത്തെ തന്നെ ഹസ്ബൻഡ് അനിയന്റെ വിവാഹമായിട്ട് നേരത്തെ തന്നെ നാട്ടിൽ പോകാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ഹോസ്റ്റലിലായി. ഞങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുത്തു, ഇവിടുത്തെ ഫ്ലാറ്റ്. എന്നിട്ട് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ കേൾക്കുന്നു, മിനിസ്ട്രിയിൽ ആളെ എടുക്കുന്നു, ബയോഡേറ്റ കൊടുക്കാം അങ്ങനെ പറഞ്ഞു. ഞാൻ വളരെ പ്രയാസപ്പെട്ട, ഒറ്റയ്ക്കാണ് ഇവിടെ, നമുക്ക് അറിയത്തില്ല. ഞാൻ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒറ്റയ്ക്കെങ്ങും പോയിട്ടില്ല, പുള്ളിയുടെ കൂടെ ഞാൻ പോയിട്ടുള്ളൂ. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ എൻ്റെ സീനിയർ ആയിട്ടുള്ളൊരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, ദീപ്തി നീ അറിഞ്ഞോ, ഇവിടെ എല്ലാവരും ബയോഡേറ്റ കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ, അപ്പം മിനിസ്ട്രിയിൽ ആളെ എടുക്കുന്നുണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഡ്യൂട്ടിയൊക്കെ മാറ്റി ഞാൻ പെട്ടെന്ന് പോയി ഈ മിനിസ്ട്രിയിൽ ബയോഡേറ്റ കൊടുക്കാനായിട്ട് പോയി. ബയോഡേറ്റ കൊടുത്തു. എനിക്ക് ആ ഒരു ടോക്കൺ നമ്പർ കിട്ടി, മിനിസ്ട്രി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ടോക്കൺ കിട്ടി. അങ്ങനെ ഇവിടെ നടക്കുന്ന ലാസ്റ്റ് ഓപ്പൺ ഇന്റർവ്യൂ അത് കുവൈറ്റിൽ നടക്കുന്നത് 2009. അങ്ങനെ ആ മിനിസ്ട്രിയില് സെലക്ഷൻ ആകാനൊക്കെ ഭയങ്കര അതിശയകരമായിട്ട് എനിക്ക് ആ ജോലി കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവര് അവിടുത്തെ റിലീസ് ചോദിക്കും, ലൈസൻസ് വേണം. ഇതൊന്നും എനിക്കില്ലാതെ ഞാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു 3.5 വർഷം ഈ പ്രൈവറ്റ് ജോലി ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ ഓർക്ക് ഞാൻ ഈ കുവൈറ്റിൽ തന്നെ ഉണ്ടല്ലോ, എപ്പോൾ വേണേലും പോയി അവിടുന്ന് എക്സ്പീരിയൻസ് മേടിക്കാം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാതെ അതും എൻ്റെ കയ്യിൽ എനിക്ക് ഒരു യോഗ്യത അവിടെ പറയാനില്ല. എൻ്റെ കയ്യിൽ അവർ ചോദിക്കുന്നതൊന്നും എനിക്ക് കാണിക്കാനില്ല. എന്നാൽ ഇതൊന്നും ചോദിക്കാതെ തന്നെ കർത്താവ് അത്ഭുതമായിട്ട് എനിക്ക് ആ ജോലി അവിടെ തരുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ വാഗ്ദത്തം എത്ര ഉണ്ടെങ്കിലും അത് ഉവ്വ് എന്നത്രേ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആ ഒരു ജോലിയിൽ 2009 എനിക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മിനിസ്ട്രി ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടി.
അങ്ങനെ അവിടെ ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂട്ടായ്മയിലൊക്കെ ഞാൻ പോവുകയും അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് മനസ്സിലായി ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വരത്തില്ല എൻ്റെ. അപ്പൊ പിന്നെ എന്നെ പുള്ളിയേക്കാരൻ എന്നെ ഫ്രീ ആയിട്ട് എന്നെ സ്വതന്ത്രമായിട്ട് വിടാനായിട്ട് തുടങ്ങി. എന്നെ കൂട്ടായ്മയ്ക്കൊക്കെ കൊണ്ടുവിടും, പക്ഷെ പുള്ളിക്കാരൻ വരത്തില്ല. ഇനി ഞാൻ എത്ര നിർബന്ധിച്ചാലും ഞാൻ വരത്തില്ലെന്നുള്ള അതിലെ വാശിയിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. അങ്ങനെ ഞാനും കുഞ്ഞും AG ചർച്ചിൽ പോകാൻ തുടങ്ങി. കുഞ്ഞിനെ സൺഡേ സ്കൂളിന് വിടും. അങ്ങനെയൊക്കെ ഞാൻ പോകും, പുള്ളിക്കാരൻ എന്നെ ആരാധന കഴിയുമ്പോൾ എന്നെ കൂട്ടാൻ വരും. എന്നിട്ട് ആ ഇരുട്ടത്ത് മാറി നിൽക്കും അവിടെ. കാരണം ചർച്ചിന്റെ മുന്നേ വന്നു കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നവരൊക്കെ ചോദിക്കും, വിളിക്കും. അതുകൊണ്ട് പുള്ളി അവിടെ മാറി കിടക്കും. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് വണ്ടിയും കൊണ്ടുവന്ന് എന്നെ കൊണ്ടുപോകും. അങ്ങനെ പിന്നെ ചെറിയ ചെറിയ കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷണങ്ങൾ ഉള്ളപ്പം പാസ്റ്റർമാർ അത്രയും വിളിക്കുമ്പം അതിലൊക്കെ വരും. പക്ഷെ പുള്ളിക്ക് വന്നു കഴിഞ്ഞാൽ വലിയ സന്തോഷമൊക്കെ, അതൊക്കെ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ സന്തോഷമൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്ക് ചെറുതായിട്ട് BP കൂടാനായിട്ട് തുടങ്ങി. BP കൂടി. BP പല പല മെഡിസിനുകൾ മാറി മാറി ഡോക്ടേഴ്സ് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് പനി, അങ്ങനെയുള്ള ക്ഷീണം, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരാനായിട്ട് തുടങ്ങി. വല്ലപ്പോഴും ഒക്കെ പനി വരത്തുള്ളൂ, ഭയങ്കര ക്ഷീണം അങ്ങനെയൊക്കെ. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിനകത്ത് ചെറുതായിട്ട് പ്രോട്ടീന് കൂടുന്ന പോലെ കാണുന്നുണ്ട്. അങ്ങനെ പ്രോട്ടീൻ കൂടുന്നു. അപ്പം ഡോക്ടേഴ്സ് പറയും അത് എപ്പോഴും നമുക്ക് പനി ഉള്ളപ്പോൾ, ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ അങ്ങനെ വരുന്നതാ, സാരമില്ല അങ്ങനെ പറയും. പിന്നെ ഈ BP കൂടുന്ന ഒരു പ്രാവശ്യം ഞങ്ങൾ നോക്കിയപ്പോൾ ക്രിയാറ്റിൻ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു BP മെഡിസിൻ കൊണ്ടാകാം. അങ്ങനെ പല പല മെഡിസിനുകൾ മാറ്റി മാറ്റി BP മെഡിസിൻ മാറ്റി മാറ്റി കൊടുത്തു. ഒരു പ്രാവശ്യം ഞാൻ നൈറ്റ് കഴിഞ്ഞ് വരുമ്പോൾ പുള്ളിക്കാരന് വളരെ കാലിന്റെ വേദനയായിട്ട്, ഈ കാലിന്റെ അവിടെ ഇങ്ങനെ വേദനയായിട്ട്, ഈ ആങ്കിളിന് ഭയങ്കര പെയിൻ ആയിട്ട് വളരെ രാത്രി ഉറങ്ങാതെ വളരെ വേദന എടുത്ത് കിടക്കുക. അപ്പം രാവിലെ വന്ന് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കിയപ്പം അതിനകത്ത് ക്രിയാറ്റിൻ ഇച്ചിരി കൂടുതലായിട്ട്, നോർമലിലും കൂടുതലായിട്ട്. അപ്പം ഞാൻ അതെന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഒരു നെഫ്രോളജിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു ബയോപ്സി ചെയ്ത് നോക്കണം, ഇത് ക്രോണിക് കിഡ്നി ഡിസീസ് ആണ്, അതിനുള്ള സാധ്യതയാണെന്ന് പറഞ്ഞു. ഒരു മലയാളി ഡോക്ടറെ തന്നെ കണ്ടു. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ. അങ്ങനെ ഇവിടെ ബയോപ്സി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ നാട്ടിൽ പോയി ബയോപ്സി ചെയ്തു. അപ്പം പുള്ളിക്കാരന് പ്രോട്ടീൻ ലോസ് ആണ്. യൂറിനകത്തൂടെ ഇങ്ങനെ പതഞ്ഞ് ഇങ്ങനെ പ്രോട്ടീൻ ലോസ് ആയിക്കൊണ്ടിരിക്കുക, അതിന്റെ ക്ഷീണം. അങ്ങനെ തുടക്കമാണ് അതിന്റെ. എന്നാലും നാട്ടിൽ ചെന്ന് കിംസില് ബയോപ്സി എടുത്തെങ്കിൽ അവർക്ക് ശരിക്കുള്ള സാമ്പിൾ ഒന്നും കിട്ടിയില്ല. പിന്നെ അവരൊരു സ്റ്റീറോയിഡ് ഒക്കെ കൊടുത്ത് 6 മാസത്തേക്ക് അങ്ങനെ നിന്നു. പക്ഷെ ട്രീറ്റ്മെന്റ് ഇവിടെ കണ്ടിന്യൂ ചെയ്തു. ഡോക്ടർ ഞങ്ങളോട് ഇവിടുത്തെ നെഫ്രോളജിസ്റ്റ് പറഞ്ഞു, ഇത് കിഡ്നി ഫെയിലിയർ ആണ്, നിങ്ങൾ അതിങ്ങനെ ഗ്രാജുവലി ക്രിയാറ്റിൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് നേരത്തെ വേണമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴേ ഒരു 8 വർഷമൊക്കെ ആകുമ്പോഴത്തേന് അത് കൂടി വരും. പിന്നെ അത് ഡയാലിസിസിലേക്ക് പോകും. അങ്ങനെയൊക്കെ നേരത്തെ ഞങ്ങളോട് പറഞ്ഞു. അപ്പോഴത്തേന് ഞങ്ങൾക്കതൊരു ജീവിതത്തിലൊരു വളരെ ഭാരമായി. സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു. ഞങ്ങളുടെ ദേവദാസനും സഭയിലുള്ള സഹോദരന്മാരൊക്കെ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴത്തേന് ഈ ഒരു കിഡ്നി ഫെയിലർ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേന് പുള്ളി ആകെ ഒന്ന് തകർന്നു. അപ്പം ഭവനത്തിൽ കടന്നു വന്ന ഭവനത്തിൽ വെച്ച് കർത്താവ് എന്നെ രക്ഷിതാവായി സ്വീകരിക്കുകയും അങ്ങനെ സമർപ്പിക്കുകയും ചെയ്തു. ചർച്ചിലുള്ള വിശ്വാസികളും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ അന്ന് ചെയ്തു. ദേവദാസന അനീജാനെ 2014 സ്നാനപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനോട് ചേർന്ന് ഞങ്ങൾ അന്ന് മുതൽ വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്ന ഒരു ദാസനായിട്ട് മാറി. പലപ്പോഴും ഞാൻ കണ്ണുനീരോടെ ഓർത്തിട്ടുണ്ട്. ചർച്ചിലെല്ലാം ഇരിക്കുമ്പോഴും പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴെല്ലാം ഞാൻ കണ്ണുനീരോടെ ഇരിക്കുന്നത്. കർത്താവെ, എൻ്റെ പ്രിയപ്പെട്ടവനും കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ, ഈ വിശ്വാസം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഈ വചനം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ വളരെ ഭാരത്തോടെ അവിടെ ഇരിക്കുന്നത്. പലരോടും ഞാൻ പറയും, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെ ചർച്ച് സഭയായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എല്ലാ ദേവദാസന്മാരെയും ഞാൻ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും, പുള്ളിയോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പുള്ളി അതിന് മുഖം കൊടുക്കത്തില്ല, അവസരം കൊടുക്കത്തില്ല. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വട്ടം കൂട്ടുന്ന കാണുമ്പോഴേ അറിയുന്ന ഏതോ ഒരു ദേവദാസൻ ഇവിടെ വരുന്നുണ്ട്. ഞാനിങ്ങനെ ഇതൊക്കെ പറയാൻ, നീ ഇവിടെ ഇരിക്കണേ, ഒരു ദേവദാസൻ വരുന്നുണ്ട് എന്ന് പറയും. പുള്ളി കഴിവതുകൊണ്ടേ ഇരിക്കത്തില്ല. പുള്ളി പറയും, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേരെ, അങ്ങനെ പറയും. പിന്നെ ഞാൻ സങ്കടത്തോടെ ഞാൻ ആ ദേവദാസനോട് വിളിച്ച് പറയും, ഇവിടെ ഇല്ല പാസ്റ്ററെ, ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, അങ്ങനെ പറയും.
എന്നാൽ ദൈവം തക്ക സമയമായപ്പോൾ പുള്ളിയെ ആ രക്ഷയിലേക്ക് ദൈവം കൂട്ടി വരുത്തി. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങള് കടന്നുപോയി. രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. കുഞ്ഞുങ്ങള് ഈ പുള്ളിക്കാരന് ഇങ്ങനെ ക്ഷീണം കൂടി കൂടി വന്നു. ക്രിയാറ്റിന് ഇങ്ങനെ കൂടി 2018 ആയപ്പോഴത്തേന് ഒരു ഡയാലിസിസിന്റെ ഒരു സ്റ്റേജിലേക്ക് വന്നു. ക്രിയാറ്റിൻ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ശരീരത്തിൽ ഭയങ്കര ക്ഷീണം, അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പം ക്രിയാറ്റിന് ഹൈ ആയി ഡയാലിസിസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോഴും ഞങ്ങൾ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഞങ്ങൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾ നേരത്തെ തന്നെ ഇതെല്ലാം നോക്കണം, ട്രാൻസ്പ്ലാന്റ് കാര്യങ്ങൾ. ഞങ്ങൾ അതിനെക്കുറിച്ച് ഡോണറെ അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എനിക്ക് ഒരു 3 മാസക്കാലം അവർ ഫ്രീ ആയിട്ട്, ഇവിടെ ആണെങ്കിലും പേയ്മെന്റ് ഉണ്ട് ഡയാലിസിസിന്. 3 മാസം ഡോക്ടർ എനിക്ക് ഫ്രീ ആയിട്ട് അത് ഡയാലിസിസ് ചെയ്യാൻ ആഴ്ച 3 ഡയാലിസിസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിനുള്ള ഒരു കത്തീറ്റർ ഇടണമായിരുന്നു. അത് ഫിക്സ് ആക്കി വെച്ചേക്കുന്ന കത്തീറ്റർ. അത് ഒക്കെ നാട്ടില് നമ്മൾ പോയ നല്ല ചെലവുണ്ട് അതൊക്കെ ഇടുന്നതിന്. അതെല്ലാം ഫ്രീ ആയിട്ട് ഇവിടെ ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ പുള്ളിക്ക് സ്വതന്ത്രമായിട്ടൊന്ന് കൂട്ടായ്മയ്ക്ക് പോകാനോ പുള്ളിയുടെ തന്നെ ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു. വളരെ ക്ഷീണം, എങ്കിലും ആ ക്ഷീണമാണെങ്കിലും ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടും പുള്ളി കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ കടന്നു വരും. അങ്ങനെ കടന്നുപോയി. ഞങ്ങൾ അന്നേരം ഒരു ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഞങ്ങൾ അന്നേരം വളരെ ഭാരപ്പെട്ടു, ആര് കിഡ്നി തരും. ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഭയങ്കര പ്രയാസം ഒരു കിഡ്നി, ഒരു ഡോണറെ കിട്ടുക എന്നുള്ളത്. അഥവാ ഒരാളെ മാച്ചായി കിട്ടിയാൽ തന്നെ അതിന്റെ പ്രൊസീജിയറുകൾ ഒരുപാടുണ്ട്. അത് എന്തെങ്കിലും ഒന്ന് ഫെയിലായി കഴിഞ്ഞാൽ അത് അത്രയും നമ്മൾ ചെയ്തതും എല്ലാം പാഴായി പോകും. നമുക്കത് മുന്നോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി. അപ്പോഴാണ് എൻ്റെ മൂത്ത ബ്രദറിന്റെ വൈഫ്, പുള്ളിക്കാരത്തി പറഞ്ഞു, അവൾ ആദ്യം തൊട്ടേ പറയുമായിരുന്നു, അനീജാന് ഞാൻ എൻ്റെ കിഡ്നി തരാം, എനിക്കൊരു പ്രയാസമില്ല, ഒരു പ്രശ്നമില്ല, ഒരാൾക്ക് ജീവിക്കാൻ ഒരു കിഡ്നി മതിയല്ലോ. അങ്ങനെ പറഞ്ഞോളൂ, ധൈര്യത്തോടെ പറയാം. ഞങ്ങൾ ഓർക്കും ഇത് തമാശയായിരിക്കും പറയുന്നത്, അങ്ങനെ വിചാരിച്ചു. പക്ഷെ എന്നാൽ സമയമായപ്പോഴും ഇവള് ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞങ്ങൾ വിയർത്തു, എന്നാൽ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടെയും പുള്ളിക്കാരത്തി നാട്ടിലുമാണ്. എൻ്റെ മൂത്ത ബ്രദർ അന്ന് ദുബൈയിലാണ്. അപ്പൊ പുള്ളിക്കാരനോട് ചോദിച്ചു, പറഞ്ഞു, റോണി എന്താ പറയുന്നത്? അവള് പറയുന്ന പോലെ കേൾക്കുക. എൻ്റെ നാത്തുവിന്റെ പേര് റോണി എന്ന, നല്ലൊരു സഹോദരി, മർത്തമാകാരിയാണ്. ഞങ്ങളെ സ്നേഹിക്കുകയും സ്വന്തം കിഡ്നി ഞങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട പൈതലവള്. അന്ന് അവൾക്ക് 36 വയസ്സേ ഉള്ളൂ. ചെറിയ കുഞ്ഞുങ്ങളെ, 2 ആൺകുഞ്ഞുങ്ങള്. ആ സമയത്തും അവൾ അതിനെല്ലാം തയ്യാറായി എന്നുള്ളതാണ്. ഞങ്ങൾ പിന്നെ അത് അങ്ങോട്ട് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു തുടങ്ങി. പുള്ളി നാട്ടിൽ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ട് പുള്ളി തിരിച്ചിവിടെ വന്നു. പക്ഷെ അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം റോണി തന്നെ പോയി ചെയ്ത് ട്രിവാൻഡ്രം കിംസിൽ പോയിട്ട് അവള് തന്നെ അതിന്റെ കാര്യത്തിന് വേണ്ടി, കൊടുക്കുന്ന ആള് തന്നെ അതിനു വേണ്ടി എല്ലാം ഓടി നടക്കുകയും പേപ്പർ വർക്കുകൾ ചെയ്യുകയും, പിന്നെ ആവശ്യത്തിന് മാത്രം ഹസ്ബൻഡിന് നാട്ടിലോട്ട് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി ഒരു 3 മാസം 6 മാസത്തോളം അവിടെയും ഡയാലിസിസ് ചെയ്തു. അങ്ങനെ 2019 ഒക്ടോബറിൽ 25-ാം തീയതി പുള്ളിയുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്തും എൻ്റെ കർത്താവ് വലിയ അത്ഭുതം, വൻ കാര്യങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. എനിക്ക് ഇവിടുന്ന് ലീവ് വർഷത്തിൽ 1 മാസം ലീവേ ഉള്ളൂ. പക്ഷേ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി കടന്നു പോകണം. അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ അധികാരികളോട് ചോദിച്ച് എനിക്കൊരു 45 ഡേയ്സ് ലീവ് വിട്ടു. നാട്ടിൽ ചെന്നിട്ടും അതിന്റെ പേപ്പർ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. കാരണം ബ്ലഡ് റിലേഷൻ അല്ലാത്ത കൊണ്ട് ഒരുപാട് പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ കൗൺസിൽ കൂടി അത് അപ്രൂവ് ആയിട്ടൊക്കെ വരണം. ഞാൻ ചെന്ന് ഇത്രയും ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലൊന്നും ആ ട്രാൻസ്പ്ലാന്റിന്റെ ഡേറ്റ് കിട്ടുവാനോ നടക്കുവാനോ ഇടയായില്ല. കാരണം ഗവൺമെന്റിൽ നിന്നുള്ള അപ്രൂവലൊക്കെ വേണം ഇതിന്. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ എൻ്റെ ലീവ് കഴിയാറായി. ആ സമയത്ത് ഇതൊന്നും ആയില്ല. കർത്താവ്, ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഇല്ലാതെ എങ്ങനെ ഇത് നടക്കും, ഞാനെന്നാൽ നമുക്കിത് അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞില്ല, ഇത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കട്ടെ, നിന്റെ ലീവ് കഴിയുമ്പോൾ നീ ഒന്നും വിഷമിക്കണ്ട, നീ തിരിച്ചു പോയി ജോലിക്ക് ജോയിൻ ചെയ്തു പോയി, അതെല്ലാം കാര്യങ്ങൾ നടക്കുന്ന. സഹായിപ്പാൻ ഒരു മനുഷ്യന് ഞങ്ങളുടെ ഭവനങ്ങളിലില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളായതുകൊണ്ട് എൻ്റെ ഭവനത്തില് ഹസ്ബൻഡിന്റെ വീട്ടിൽ 2 പേര്. അവര് മേളെ ഒരു ബ്രദറുണ്ട്, അവന് ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്യുന്നു. മൂത്ത സഹോദരി ഇവിടെ കുവൈറ്റിലുണ്ട്. അപ്പൊ ആർക്കും വന്ന് നിൽക്കാനോ നോക്കാനോ ഉള്ള ഒരു സാഹചര്യങ്ങൾ ആർക്കും ഇല്ല. അപ്പം പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ധൈര്യത്തോടെ പറഞ്ഞില്ലേ, ഇത് നടക്കട്ടെ, നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു.
ആ ഒരു സമയം ഞാൻ പോവാറായപ്പോൾ ഇവരുടെ ഒരു രണ്ടുപേരുടെയും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റിന്റെ റിസൾട്ടുമായിട്ട് വേണം ഈ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പേ, ട്രാൻസ്പ്ലാന്റിന് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പേ പോയിട്ട് ഇത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അത് അമൃതയിൽ മാത്രമാണ് കേരളത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങള് കേരളത്തിലെ അമൃതയിലേക്ക് പോയി. മോനെ അപ്പോഴത്തേനും ഞങ്ങൾ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പം തൊട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്. പുള്ളിക്കാരൻ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു, ഡയാലിസിസിന് പോകണം. അപ്പൊ ഇവന്റെ പഠനം ഒന്നും മുടങ്ങി പോകണ്ടെന്ന് ഓർത്തിട്ട് ഞങ്ങള് തിരുവല്ല വെണ്ണിക്കുളം ബദനിയില് അവിടെ ഹോസ്റ്റലില് ബോർഡിങ്ങിലാക്കിയായിരുന്നു. അപ്പൊ ഇതില് CBC ഇതിലാണ് സിലബസിലെ ഇവിടെ 7ാം ക്ലാസ് വരെ പഠിച്ച് അവിടെ ചെന്ന് ICSE സിലബസിൽ അവിടെ ചേർത്തു. അവിടെ CBC ഇല്ല. അങ്ങനെ അതിൽ ചേർന്ന് പഠിക്കാനായി തീർന്നു. അവന് ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. കർത്താവ് പൈതലിനെ സഹായിച്ചു. അങ്ങനെ +1 വരെ അവൻ അവിടെ പഠിച്ചു. ഇതിനിടയ്ക്ക് കുഞ്ഞിനെ ഞങ്ങൾ ഇതിനു മുമ്പ് സർജറിക്ക് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് പൈതലിനെയും കൂടെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുഞ്ഞിനെയും കൂടെ പൈതലിനെയും കൂടെ കയറ്റി എൻ്റെ നാത്തൂന്, എൻ്റെ മോള്, ഞാൻ, ഹസ്ബൻഡ് ഇത്രയും പേരും കൂടെ ഞങ്ങൾ എറണാകുളത്ത് പോയി. അന്ന് അവിടെ ചെന്ന് അപ്പൊ ഭയങ്കര മഴ. നമ്മുടെ നാട്ടില് 2019 വെള്ളപ്പൊക്കവും മഴയുടെ ഒരു ഭയങ്കര സമയമാണ്. പക്ഷെ പോകാതിരിക്കാനും പറ്റത്തില്ല. ഈ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കൊണ്ട് കാണിച്ചാലേ ഇത് രണ്ടുപേരുടെയും തമ്മിലുള്ള മാച്ചാന്നുള്ള അത് കൊണ്ട് കാണിക്കണം ആ റിസൾട്ട്. ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി, എറണാകുളത്ത് ചെന്ന് ഇറങ്ങിയിട്ട് വെള്ളപ്പൊക്കം കാരണം ഞങ്ങൾക്ക് അമൃതയിൽ എത്താൻ കഴിയുന്നില്ല. ഏത് വഴി കൂടെ പോയാലും വെള്ളം നിറഞ്ഞു നിൽക്കുക. ഓട്ടോക്കാർ ഞങ്ങളെ കൊണ്ട് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ പറയും ഇനി അങ്ങോട്ട് പോകത്തില്ല. അവർ ആ ചാർജ് എടുത്തിട്ട് അവിടെ ഇറക്കി വിടും. അടുത്ത ഓട്ടോയിൽ കയറി ഇന്നടുത്ത് സ്ഥലത്ത് കൊണ്ടുവിടും. അവരും പറയും ഇതുപോലെ. ഞങ്ങളങ്ങ് ആകെ വിഷമിച്ച് എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തും. പിന്നെ ഒരു മനുഷ്യൻ പറഞ്ഞു നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇറക്കാം. അവിടുന്ന് റെയിൽവേ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അമൃതയാണ്. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കുടയൊന്നുമില്ല. ഞങ്ങൾ ഇത്രയും പേരുമുണ്ട്. ഞങ്ങള് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിൽക്കും. കോരിച്ചെറിയുന്ന മഴ. ആ മഴയത്ത് ഞങ്ങൾ എങ്ങനെ റെയിൽവേ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകും? അങ്ങനെ നോക്കിയാൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയും മഴ പിടിച്ചു നിന്ന പോലെ മഴ അങ്ങ് നിന്നു. പെട്ടെന്ന് അപ്രത്യക്ഷമായ പോലെ മഴ പെയ്തുകൊണ്ട് നിന്ന് മഴ അങ്ങ് നിന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ആ മഴയെ പിടിച്ചു നിർത്തി. അപ്പുറത്തേക്ക് പോയി അമൃതയിൽ ചെന്നു. ആ ടെസ്റ്റ് എല്ലാം ചെയ്തു വന്നു. പിറ്റേന്ന് തന്നെ ഞങ്ങള് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഞങ്ങള് അഡ്മിറ്റ് ആകാനായിട്ട് പോവുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട്, ഞാൻ ഹസ്ബൻഡുമായിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാ. കുഞ്ഞുങ്ങളോടും പറഞ്ഞു പപ്പായുടെ കരം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വട്ടത്തിൽ നിന്ന് ഞാൻ കർത്താവിനോട് ഞാൻ തന്നെ പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞ കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവനെ ആരോഗ്യത്തോടെ മടക്കി വരുത്തണം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ആരോഗ്യത്തോടെ ആയുസ്സോടെ മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ കടന്നുപോയി. ആ ട്രാൻസ്പ്ലാന്റ് എല്ലാം ഭംഗിയായിട്ട് നടന്നു. അവിടെ ഒന്നും ഒരു പ്രയാസവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവ് ഭംഗിയായിട്ട് ചെയ്തു തന്നു. അതിന് മുമ്പായിട്ട് ഒരു 24 hours ഡയാലിസിസ് പുള്ളിക്ക് ചെയ്തുകൊണ്ട് പിറ്റേന്ന് ട്രാൻസ്പ്ലാന്റിനെ എടുത്തു. അതുപോലെ എൻ്റെ നാത്തൂനും അവളും വളരെ ധൈര്യത്തോടെ അപ്പൊ ഇതിലുമായിരുന്നു. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ICUയിൽ 2 ആഴ്ച പുള്ളിക്കാരന് കിടന്ന് 14 days. നാത്തൂനെ ഒരാഴ്ചക്കകം ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾ അപ്പോഴത്തേന് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിച്ചു. കാരണം ഡെയിലി ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഡെയിലി രാവിലെയും വൈകിട്ടും പോകണം, ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് അതിന്റെ അടുത്ത് തന്നെ ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിക്കുവാൻ ദൈവം സഹായിച്ചു. പക്ഷെ ഡിസ്ചാർജ് ആയി വന്ന് 7 ദിവസം കൂടെ എനിക്ക് നിൽക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഞാനും മോളും കൂടെ തിരിച്ച് കുവൈറ്റിലേക്ക് വന്നു. എനിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം. അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ എൻ്റെ അമ്മയാണ് എൻ്റെ ഹസ്ബൻഡിനെ നോക്കിയത്. എൻ്റെ അമ്മ വിശ്വാസത്തിലൊന്നും വന്നിട്ടില്ല. 2 ഭവനങ്ങളിൽ നിന്നും ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ലായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഞാനങ്ങ് പറയാം, അമ്മ എന്ന് ഞാൻ എൻ്റെ അമ്മയോട് ഇവിടെ വെച്ച് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞങ്ങള് ഈ രക്ഷയിലേക്ക് വന്നതിന് ശേഷം എൻ്റെ അമ്മയെ ഫോൺ വിളിക്കുമ്പോഴെല്ലാം നമ്മുടെ ആഗ്രഹമല്ല ഇവരെല്ലാം രക്ഷിക്കപ്പെടണമെന്ന് ആ കുടുംബത്തിലുള്ളവരെല്ലാം അമ്മയോട് എന്നും ഇത് സംസാരിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്ക് ഈ ഒരു വിഷയം വരുമ്പോൾ മാത്രം അമ്മയ്ക്ക് ദേഷ്യമാവും. ഇത് മർത്തമായി നിന്ന എന്തോ കുഴപ്പം. അവിടെ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് വിഷമത്തോടെ ഫോൺ വെക്കുന്നത്. എനിക്ക് വളരെ സങ്കടമാവും. ഞാൻ കരയും. അമ്മ ദേഷ്യപ്പെട്ട് ഫോൺ വെക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ചർച്ചിൽ വന്നു.
ചർച്ച് വന്നപ്പം ആ ഒരു ആഴ്ചയിൽ തന്നെ അമ്മ ഒരു തീരുമാനം എടുത്തു. ഞാൻ സ്നാനപ്പെടുവാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് അമ്മ പിറ്റേ ആഴ്ച തന്നെ സ്നാനത്തിനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത് എൻ്റെ അമ്മ എൻ്റെ കൂടെയാണ്. എൻ്റെ ഭവനത്തിൽ എൻ്റെ ഹസ്ബൻഡിന്റെ കുഞ്ഞിനെ കൂടെ ഉണ്ട്. അമ്മയാണ് എൻ്റെ ഭവനത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന. ആരോഗ്യത്തോടെ ദൈവം നിർത്തിയിരിക്കുന്നു. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. 7ാമത്തെ ദിവസം ഞാനും കുഞ്ഞും കൂടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് 2020 5 മാസം കഴിഞ്ഞു. പുള്ളിക്കാരൻ അപ്പോഴത്തേനും ഇവിടുത്തെ ആ വിസ തീരാറായി. വിസ തീരാറായപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഈ ദേശത്തേക്ക് വരണം, വിസ ഒന്ന് റിന്യൂ ചെയ്ത് തിരിച്ചു പോകണം. അപ്പം റിസ്ക് ആണ്. ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞാലും ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഡോക്ടർ പറഞ്ഞ് ജസ്റ്റ് പോയിട്ട് വരാം, നന്നായിട്ട് കെയർ ചെയ്താൽ മതി, മാസ്ക് ഒക്കെ വെച്ച് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നു. നമ്മുടെ കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് 2020 മാർച്ചൊക്കെ ഫെബ്രുവരി ആയപ്പോഴത്തേന് അത് തുടങ്ങി. പക്ഷെ പുള്ളിക്കാരനൊരു അന്നേരം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴത്ര പ്രശ്നങ്ങളില്ലായിരുന്നു. ഇവിടെ വന്ന് കുവൈറ്റ് വന്നപ്പോഴത്തേന് ഇവിടെയും അത് സ്റ്റാർട്ടായി. അങ്ങനെ അതിന്റെ നമ്പേഴ്സ് ഒക്കെ വർദ്ധിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാനാണെങ്കിൽ ICUല ജോലി ചെയ്യുന്നത്, മെഡിക്കൽ ICUല. അപ്പം പുള്ളിക്കാരൻ ഇവിടെ വന്നു. സ്പോൺസറിന്റെ കയ്യിലാണ് പുള്ളിക്കാരന്റെ പാസ്പോർട്ട് ഇരിക്കുന്നത്. വിസ അടിക്കാനായിട്ട് കൊടുത്തു. പക്ഷെ വിസ അടിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ എയർപോർട്ട് എല്ലാം ക്ലോസ് ചെയ്യുകയാണ്. അപ്പൊ ഞങ്ങൾ ആകെ വിഷമിച്ചു. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ICU കോവിഡ് ICU ആക്കി മാറ്റി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞാൻ ഈ ICUലായോണ്ട് പുള്ളിക്കാരന് ഇൻഫെക്ഷൻ ഒന്നും കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ സഭയിലുള്ളൊരു ഞങ്ങളുടെ ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ തന്നെ, ഞങ്ങളുടെ ഫ്രണ്ട്സ് അവരുടെ ഭവനത്തിലാണ് പുള്ളിക്കാരൻ താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുത്ത് പുള്ളിക്കാരനെ നാട്ടിൽ കയറ്റി വിടാനായിട്ട് വിസ അടിച്ചില്ല. അങ്ങനെ സ്പോൺസർ പറഞ്ഞ് എങ്ങനെയെങ്കിലും നാട്ടിൽ കയറി പൊക്കോ, ഇവിടെ നിന്ന പ്രശ്നങ്ങളാകും, ഇവിടെ നിന്ന പിന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം മുടങ്ങിപ്പോകും, പിന്നെ ഇത്ര ഇൻഫെക്ഷൻ. ഞാൻ കോവിഡ് ICUലാണ് ജോലി ചെയ്യുന്നത്. തിരിച്ച് ഭവനത്തിൽ വരുമ്പം നമ്മൾ എത്ര ഐസൊലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അങ്ങനെ നമുക്ക് പറ്റത്തില്ല. അതുപോലെ ഉള്ള കാര്യങ്ങളായതുകൊണ്ട് പെട്ടെന്ന് അന്നത്തെ ആ ഹൈ റേറ്റിൽ കിട്ടിയ ഒരു ടിക്കറ്റിന് കണക്ഷൻ ഫ്ലൈറ്റ് പുള്ളിയെ നാട്ടിൽ കയറ്റി വിട്ടു. ദൈവത്തിന്റെ കൃപ എല്ലായിടത്തും, ദൈവത്തിന്റെ വളരെ അത്ഭുതങ്ങളുമായിട്ട് കർത്താവ് ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, അത് ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടിയുള്ള വിചാരങ്ങൾ, കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. കർത്താവ് വന്നിട്ട് അവിടുന്ന് നാട്ടിലെത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. പുള്ളിയുടെ കൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എത്രയോ പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ICUൽ കിടക്കുമ്പോൾ ഞങ്ങൾ കണ്ടവരുണ്ട്, ഞങ്ങൾ അറിയുന്നവരുണ്ട്. എത്രയോ പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ദൈവം വിശ്വസ്തന, വിളിച്ച ദൈവം വിശ്വസ്തന. ദൈവം ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം പുള്ളിയും ബലത്തോടെ ആരോഗ്യത്തോടെ. എൻ്റെ അമ്മയും അവിടെ കൂടെ നിന്നു. ഭവനത്തില് മോന് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അവനും ഹോസ്റ്റലിൽ നിന്ന് വന്ന് അവിടെ നിന്നു. അവർ 3 പേരും കൂടെ ഭവനത്തില് ആരും വീട്ടിലോട്ട് ആരും വരത്തില്ല. അവരുടെ സാധനങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന് കൊടുക്കുകയും അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പുള്ളി നോക്കി കാര്യങ്ങള്. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവിടെ ആയിരിക്കുന്നു. ഞാനും കുഞ്ഞും മാത്രം ഇവിടെ. എനിക്ക് കോവിഡ് ICUൽ ഡ്യൂട്ടി 12 മണിക്കൂർ ഡ്യൂട്ടിയാണ്. രാവിലെ പോയാലും ഞാൻ രാത്രിയിലേ വരത്തുള്ളൂ. വളരെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ വളരെ ഞങ്ങൾക്ക് ആഹാരം പോലും കഴിക്കാനുള്ള സമയം കിട്ടത്തില്ല. വെള്ളം പോലും കുടിക്കാൻ ഈ ഐസൊലേഷൻ ഗൗൺ, ഈ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എല്ലാം ഇട്ടിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുന്ന ആ ഒരു പ്രയാസം എല്ലാവർക്കും അറിയാം. അപ്പൊ മോളെ നോക്കാനായിട്ട് എൻ്റെ നാത്തൂന് തൊട്ട് താഴത്തെ ഫ്ലോറിൽ തന്നെ താമസിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരുടെ അടുത്തോട്ടാക്കി. അപ്പം ഞാൻ കോവിഡ് ICUൽ നിന്ന് വരുന്ന കാരണം കുഞ്ഞെൻ്റെ കൂടെ നിൽക്കേണ്ട, അവരുടെ കൂടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ എന്നെ കാണാൻ പോലും ഒന്നും വിടത്തില്ല. സ്റ്റെപ്പിന്റെ താഴെ വന്ന് നിന്ന് ഞങ്ങൾ താഴെ മേളിൽ നിന്ന് കാണും, വർത്താനം പറയും. കുഞ്ഞ് അവരുടെ കൂടെ അങ്ങനെ അങ്ങ് നിർത്തി. അത് കഴിഞ്ഞിട്ട് ജൂൺ മാസം ആയപ്പോഴത്തേന് 2020 ജൂൺ മാസം 3-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. അപ്പൊ അന്ന് എനിക്ക് ഒരു ഓഫാണ് 2-ാം തീയതി. അപ്പൊ എനിക്കൊരു ചെറിയ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ ഈ ആക്സിലയുടെ സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിന്റെ അവിടെ ഇങ്ങനെ ഒരു പെയിൻ പോലെ, എന്നെ എന്തോ ഒരു ഉറുമ്പ് കടിക്കുന്ന പോലെ ഒരു ചെറിയ വേദന എനിക്ക് തോന്നി. അപ്പോഴും ഞാൻ അന്നേരം ഈ മൊബൈലിൽ നോക്കിക്കൊണ്ട് നാളെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഒരു വെഡിങ് ആനിവേഴ്സറി ആണല്ലോ, ഒരു ഫോട്ടോ ഒക്കെ ഇടണമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പെയിൻ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ വലത്തെ കൈ കൊണ്ട് ഞാനിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ട്, അപ്പൊ എനിക്ക് എന്തോ ഒന്ന് ഫീൽ ചെയ്തു. അകത്ത് എന്തോ ഒരു കട്ടിയായിട്ട് എനിക്കെന്തോ തോന്നി. എന്നാലും ശരിക്കും പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാനുമില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജില്. അപ്പം എനിക്ക് വളരെ ഭയം തോന്നി. എനിക്കറിയത്തില്ല, വല്ലാത്തൊരു ഭയവും. ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് ക്യാൻസർ എന്നാണ്.
ആ ഒരു വേർഡാ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇത് ക്യാൻസർ ആണോ? അങ്ങനെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കുഞ്ഞ് അടുത്തില്ല. ഞാൻ വളരെ അങ്ങ് ഭയങ്കര ഭയപ്പെട്ടു. എന്നാലും ധൈര്യം സംഭരിച്ചെന്ന് രാത്രി ഞാൻ ഉറങ്ങി. പിറ്റേന്ന് ഡ്യൂട്ടിക്ക് പോയപ്പം ഡ്യൂട്ടിക്ക് കടന്നു ചെന്നു. അവിടെ ചെന്ന് വളരെ തിരക്കുള്ള ICU, കോവിഡ് രോഗികള്, ഭയങ്കരമായിട്ട് മരണം നടക്കുന്നു, വരുന്ന രോഗികളൊക്കെ മരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാ. അപ്പം ഞാനിപ്പോ എൻ്റെ കൂടെയുള്ള ഒരു സിസ്റ്ററോട് ഞാനിങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ഇന്നലെ ഇങ്ങനെ ഫീൽ ചെയ്തു, നമ്മളിപ്പോ ഈ അവസ്ഥയിൽ ആരെയാ കാണിക്കുന്നത്? നമുക്കൊന്നും ഇവിടെ നിന്ന് മാറാനോ ആരെയും കാണിക്കാനോ കൺസൾട്ട് ചെയ്യാനോ ഒന്നുമുള്ള സാവകാശം ഇല്ല. അപ്പം എന്നോട് കേട്ട സഹോദരി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഇത് നമ്മളെ ദൈവം കാണിച്ചു തന്നെങ്കിൽ അത് വെച്ചോണ്ടിരിക്കരുത്, അത് ഇഗ്നോർ ചെയ്തരുത്, അത് നമുക്കത് ഫോളോ അപ്പ് ചെയ്യണം, ഡോക്ടേഴ്സിനെ ആരെങ്കിലും കാണിക്കാം. ഞാൻ ജോലി, അപ്പൊ ഞങ്ങളിങ്ങനെ മിക്സ് ആയിട്ടാ, വാർഡുകളിൽ നിന്നുള്ളവരും ICUക്കാരും എല്ലാവരും കൂടെ ചേർന്നാണ് ജോലി ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. അപ്പം ഈ പുള്ളിക്കാരത്തി വാടി എന്നുള്ള ഒരു സിസ്റ്റർ അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്കറിയാവുന്ന പരിചയമുള്ള ഡോക്ടർ സർജൻ ഉണ്ട്, നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിക്കാം, ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വാർഡിലേക്ക് വിളിച്ചു ചോദിച്ചു. അങ്ങനെ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഞാൻ ഈ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എല്ലാം ഊരി കൈയൊക്കെ വാഷ് ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തേന് ഡോക്ടർ പോയി. കാരണം അവരെല്ലാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. എനിക്ക് അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തൊന്നിരിക്കാൻ അവർക്ക് പറ്റത്തില്ലല്ലോ. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഇല്ല. അപ്പൊ ഞാൻ അവിടുത്തെ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പോയല്ലോ, കാണേണ്ടി ഡോക്ടർ പോയി. ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഏത് ആയാലും കുഴപ്പമില്ല, ഏത് സർജൻ ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഇതൊന്ന് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഇരുന്ന ഒരു ഡോക്ടറെ കണ്ടു. ആ പുള്ളിക്കാരൻ അതൊന്നും ടെസ്റ്റ് ചെയ്തില്ല. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഒന്ന് സിസ്റ്റർ പോയി അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എല്ലാം ക്ലോസാ. അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തു. അങ്ങനെയൊക്കെ കുറച്ച് കേസുകളെ അവർ നോക്കത്തുള്ളൂ, അപ്പോയിന്റ്മെന്റ് കൊടുത്തേ ചെയ്യത്തുള്ളൂ, അങ്ങനെയൊക്കെ ആയി. അപ്പൊ ഇത് എന്റെ ഹസ്ബൻഡിനോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ ഇത് ഫീൽ ചെയ്തു. പുള്ളിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന് ഭയങ്കര ടെൻഷനാ. പുള്ളി എന്റെ സിസ്റ്ററിനോട് വിളിച്ചു പറഞ്ഞു, ദീപ്തിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, അവളെ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി എപ്പോഴത്തേനും പറഞ്ഞു, നമുക്കൊന്ന് പ്രൈവറ്റിൽ കൊണ്ടുപോയി നോക്കാം. പ്രൈവറ്റ് ആണെങ്കിലും ക്ലോസാ ക്ലിനിക്കുകള്, പ്രൈവറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ക്ലിനിക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവര് എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നു. അങ്ങനെ അവിടെ അപ്പോയിന്റ്മെന്റ് പോകാനായിട്ട് അന്ന് ഒരുങ്ങി ഇറങ്ങുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഡോക്ടർ ഇല്ല. അങ്ങനെ അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇത് അങ്ങനെ പ്രശ്നങ്ങളുള്ള ട്യൂമറൊന്നും അല്ല, ട്യൂമർ ഉണ്ട്, അത് ഇച്ചിരി കാൽസിഫൈഡാ, പക്ഷെ അത് ബിനൈൻ ആയിരിക്കും, അങ്ങനെ പ്രശ്നങ്ങളുള്ള ക്യാൻസറസ് ആയിട്ടുള്ളതൊന്നും ആയിരിക്കത്തില്ല, അങ്ങനെ പേടിക്കാനൊന്നുമില്ല, അതൊക്കെ നോർമൽ ആയിട്ടുള്ളതാ, അങ്ങനെ പറഞ്ഞു. ചെറിയൊരു ട്യൂമറാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. എനിക്ക് പിന്നെ ടെൻഷനൊന്നുമില്ല അതിനെക്കുറിച്ച്. അപ്പം ഞാൻ അതിന്റെ റിസൾട്ട് ആ ഡോക്ടറെ തന്നെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് പ്രശ്നങ്ങളൊന്നുമില്ല ദീപ്തി, ഇത് എന്നെങ്കിലും അത് എക്സിഷൻ ചെയ്യുന്ന സമയത്ത്, അത് കീറി എടുക്കുന്ന സമയത്ത് ബയോപ്സി വിട്ടാൽ മതി, ഇപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, ഫോളോ അപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് തിരിഞ്ഞു നടക്കാൻ നേരം ആ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ നീ ഒരു മാമോഗ്രാം കൂടെ ചെയ്യുന്നു പറഞ്ഞു. മാമോഗ്രാമും കൂടെ ചെയ്യുന്നു പറഞ്ഞു. അപ്പം പിന്നെ എന്നോട് പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാൻ ഓർത്ത് അതും കൂടെ ചെയ്തേക്കാം. പക്ഷെ മാമോഗ്രാം ചെയ്യണമെങ്കിൽ റേഡിയോളജി എങ്ങും ഡിപ്പാർട്ട്മെന്റ് എല്ലാം ക്ലോസ് ആണ്. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു റൂളുണ്ട്, നമ്മൾ ഏത് ഏരിയയിലാണ് താമസിക്കുന്ന ആ ഏരിയ, നമ്മുടെ ID എവിടെയാ ഉള്ളത് അവിടെയാണ് നമ്മൾ പോകേണ്ടത്, ആ ഏരിയയിലുള്ള ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് വേറെ എന്റെ ഏരിയയിലുള്ള ഹോസ്പിറ്റലിലല്ല ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ നെയ്ബർ അവിടെ ജോലി ചെയ്യുന്ന എന്റെ ആ ഏരിയ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അവളോട് പറഞ്ഞിട്ട് അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് മാമോഗ്രാമിന് കിട്ടി. അങ്ങനെ മാമോഗ്രാം ചെയ്യുമ്പോൾ അവർക്ക് ഡൗട്ടായി, ഇത് മാമോഗ്രാം എടുക്കുമ്പോൾ തന്നെ അവർക്ക് ഡൗട്ടായി, അതിന്റെ ആ ഒരു ഷേപ്പും ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞങ്ങൾ എപ്പോ വിളിച്ചാലും വരണം, ബയോപ്സി ചെയ്യാനായിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. ഞാനും പോകുന്നു. ഞാൻ വീട്ടിലെത്തിയില്ല, അതിനു മുമ്പ് അവരെന്നെ വിളിച്ചു, നാളെ തന്നെ വരണം, ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഡൗട്ടായി, എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഇത്ര പെട്ടെന്ന് വിളിച്ചത്. അപ്പം മാമോഗ്രാം വരെയുള്ള കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു. ഇന്ന് മാമോഗ്രാം ആയിരുന്നു, മാമോഗ്രാം ഒക്കെ കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് കിട്ടി. ബയോപ്സിക്ക് വിളിച്ചെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. എനിക്കറിയാം എന്തോ പ്രശ്നമുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ, പുള്ളിയും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ പുള്ളിയോട് ഇത് പറയാൻ പറ്റത്തില്ല, പുള്ളി ആകെ തകർന്നു പോകും, മെഡിസിനൊക്കെ എടുത്തോണ്ടൊക്കെ ഇരിക്കുന്ന ആളാ. അപ്പൊ ഞാൻ ഈ ബയോപ്സിക്ക് അവരെന്നെ വിളിച്ചു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല.
ഞാൻ മമ്മോഗ്രാം കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് വന്നു, നോർമലാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ട്യൂമർ എപ്പോഴെങ്കിലും ഈ കോവിഡിന്റെ ഒക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴേലും അത് എക്സിഷൻ ചെയ്യാം. എന്നിട്ട് ബയോപ്സിക്ക് വിടാമെന്നാ ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ കുഴപ്പമില്ല. എന്നാലും പുള്ളിക്ക് സമാധാനമില്ല. പുള്ളി എന്നിട്ട് ഇടയ്ക്ക് പറയും അതെങ്ങനെയെങ്കിലും ഒന്ന് അതങ്ങ് അത് സർജറി ചെയ്ത് അത് എടുത്ത് കളയാൻ നോക്ക്, എങ്ങനെയെങ്കിലും ചെയ്യും, നിനക്കറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കും, അങ്ങനെയൊക്കെ പറയും. ഞാൻ പറയും സമാധാനമായിട്ട് ഇരിക്കും, കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ പറഞ്ഞു പോവും. പക്ഷെ ബയോപ്സി ചെയ്തു. ബയോപ്സിയുടെ റിസൾട്ട് 2 ആഴ്ചയായിട്ടും റിസൾട്ട് വരുന്നില്ല. ഞാൻ പല രീതിയിലും പലരെ കൊണ്ട് അന്വേഷിക്കുന്നുണ്ട്, ഇതിന്റെ റിസൾട്ട് എന്താ വരാത്തെ. ഞാൻ ആകെ ഭാരപ്പെട്ടു. എനിക്ക് എന്തോ പ്രയാസം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും ഡിലേ ആകുന്നത് എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ജോലിക്കും പോകുന്നുണ്ട്. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് അവർ പറഞ്ഞു ആരുടെയും കൈ കൊടുക്കത്തില്ല, ആള് തന്നെ ഇവിടെ വന്ന് വാങ്ങിക്കണം പറഞ്ഞു. അങ്ങനെ ഞാനും വേറൊരു ബ്രദറും കൂടെ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ബ്രദറും കൂടെ പോയി ഹോസ്പിറ്റലിൽ നിന്ന്. അവിടെ അവര് പറഞ്ഞു ഇത് സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു, 3rd സ്റ്റേജിലേക്കുള്ള ഒരു അത്രയുമായി, ബ്രസ്റ്റ് ക്യാൻസറാ എന്ന് പറഞ്ഞു. നീ ആരെങ്കിലും സർജന്മാരെ ഒക്കെ കാണാം. അപ്പൊ എനിക്കിത് കൈ കിട്ടിക്കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. പക്ഷെ ധൈര്യത്തോടെ നിൽക്കുക. ഞാൻ അവരോട് തന്നെ ചോദിച്ചു, ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, എവിടെ പോകേണ്ടത്, ആരെയാ കാണേണ്ടത്, അവരോട് തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇന്ന ഡോക്ടറെ, സർജൻ ഉണ്ട് ഇവിടെ, അവരെ കാണും. അപ്പോഴും തന്നെ ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ സർജനെ കാണാനായിട്ടൊക്കെ ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷെ ഒരാളെയും കാണുന്നില്ല. ആദ്യം ഒരു ഈജിപ്ഷ്യൻ ഡോക്ടറെ കാണുന്നത്. ആ പുള്ളിക്കാരൻ എന്റെ കൈ രണ്ടും പിടിച്ചിട്ട് നീ വിഷമിക്കണ്ട, കർത്താവ് കൂടെ ഉണ്ട്. പുള്ളിയുടെ കഴുത്തിലൊരു ക്രോസ് ഇട്ടൊരു മാലയുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളി ഒരു ക്രിസ്ത്യനാ. ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡ് ഇതുപോണൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുക, എനിക്ക് ഇങ്ങനെ വന്നു. അപ്പം പുള്ളി എന്റെ കൈ രണ്ടും കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ആദ്യത്തെ ഒരു സപ്പോർട്ട് ആ മനുഷ്യനിൽ നിന്നാണ് എനിക്ക് കർത്താവ് തരുന്നത്. നീ വിഷമിക്കണ്ട, ഞാനും ഇതേ അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോയതാ. എന്റെ വൈഫിന് ബ്രസ്റ്റ് ക്യാൻസർ വന്നു, എന്റെ മോൻ ആക്സിഡന്റിൽ മരിച്ചു. ഇതിനെയൊക്കെ ഞാൻ ഫേസ് ചെയ്ത ജീസസ് കൂടുണ്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ വളരെ ധൈര്യത്തോടെ അവിടുന്ന് ഈ ഒരു സർജനെ പുള്ളി തന്നെ എന്നെ പരിചയപ്പെടുത്തി. ആ സർജന്റെ നമ്പർ തന്നു. പുള്ളിക്കാരനെ വിളിച്ച് മെസ്സേജ് ഒക്കെ അയച്ചു പറഞ്ഞു. പക്ഷെ ആ പുള്ളിയിൽ നിന്ന് എനിക്കൊരു റെസ്പോണ്ടും കിട്ടുന്നില്ല. ഞാൻ എത്ര മെസ്സേജ് അയച്ചിട്ടും പുള്ളി കാണുന്നില്ല. കോവിഡ് ആയതുകൊണ്ട് പുള്ളി വേറെ ഡ്യൂട്ടിയിലൊക്കെയാ. അപ്പൊ ഈ പുള്ളിക്കാരനെ നോക്കി ഏറ്റവും നല്ല സർജനാ, പുള്ളിയെ നോക്കിയിരിക്കുക, പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ സമയങ്ങൾ കഴിഞ്ഞു പോകുന്നു. 2-3 ആഴ്ച കഴിഞ്ഞു, ജൂലൈ മാസമായി. അപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞു, അപ്പം എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവരുടെ പരിചയത്തിലുള്ള ഒരാളെ കൊണ്ട് ഇവിടുത്തെ നാട്ടിലത്തെ RCC പോലെ നമ്മുടെ ക്യാൻസർ സെന്റർ സ്പെഷ്യൽ ഹോസ്പിറ്റലാ, അവിടെ നമുക്ക് അഡ്മിഷൻ എടുത്ത് അവിടെ കാണിക്കാൻ കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ നേരെ പോയാൽ മതിയായിരുന്നു, അത്രയും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ കോവിഡിന്റെ സമയമായിട്ട് അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടേക്ക് അഡ്മിഷൻ, ഒരു ഫയൽ ഓപ്പൺ ആയി കിട്ടുക എന്നൊക്കെ ഉള്ളത് ഒത്തിരി സമയം എടുക്കും. അങ്ങനെ അവിടെ ഫയൽ ഓപ്പൺ ചെയ്തു കിട്ടി. അങ്ങനെ കർത്താവ് എന്നെ എല്ലായിടത്തും സഹായിക്കാനായിട്ട് ആളെ ഒരുക്കി. എവിടെ ചെന്നാലും ഞാൻ ഓർക്കും, ദൈവമേ നല്ല ആൾക്കാരെ എനിക്ക് വേണ്ടിയിട്ട് വേഗം എനിക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിക്കാൻ വേണ്ടി ഒരു കാര്യത്തിന് ചെല്ലുമ്പോഴായിരിക്കും ഡോക്ടർ പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പെറ്റ് സ്കാൻ, മൊത്തം ബോഡി സ്കാനിങ് മുഴുവനും ഒക്കെ ചെയ്തു, നേരത്തെ എല്ലാം ചെയ്തു വെച്ചു. എനിക്കറിയാം ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് ഒരു ഫുൾ ബോഡി സ്കാൻ ചെയ്യണം, പെറ്റ് സ്കാൻ ആയിരിക്കും ചെയ്യണം. അതോർത്ത് അത് ചെയ്തു വെച്ചു. ഓരോ സ്കാനിങ്ങിനും കടന്നു പോകുമ്പോഴും അതിനെല്ലാം കിടക്കുമ്പോഴെല്ലാം ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും, ദൈവമേ ഇത്രത്തോളം വരാവുള്ളൂ. കർത്താവ് ഇങ്ങനെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നവണ്ണം കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം അതിര് വെച്ചിരിക്കുന്ന മണൽ കൊണ്ടാ. ഇത്രത്തോളം നിനക്ക് എത്ര അലച്ചാലും എന്റെ ഗർവം അവിടം വരെ ഉള്ളു. കർത്താവ് വന്നു, ഇത്രത്തോളം എന്റെ ഗർവം ഇവിടെ നിലയ്ക്കണം എന്ന്, ഇത് അതിര് കടക്കരുത്. അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ ഓരോ മെഷീനകത്തും ഞാനിങ്ങനെ സ്കാനിങ്ങിനും ഒക്കെ കിടക്കുമ്പോൾ ഓരോന്നിനും പോകുമ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, വചനം പറഞ്ഞുകൊണ്ട് കിടക്കും. കർത്താവ് എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തവൻ നീയാ, എന്റെ അസ്ഥികളൊക്കെ എണ്ണി അറിഞ്ഞ ദൈവം. അങ്ങനെ പ്രാർത്ഥനയോടെ കിടക്കും. എന്നാലും എങ്ങോട്ടും സ്പ്രെഡ് ആകാനോ ഒന്നും കർത്താവ് അനുവദിച്ചില്ല. അങ്ങനെ ആ ഓരോ സ്ഥലത്തും എന്നെ സഹായിക്കാനായിട്ട് കർത്താവ് നല്ല കൂട്ടുകാരെ എല്ലാം ദൈവം ഒരുക്കി. കൂട്ടിന് ആരും വരാനില്ലാത്ത സാഹചര്യത്തിൽ, കാരണം കോവിഡിന്റെ സമയത്ത് നമ്മളെങ്ങും കയറ്റത്തില്ല ആൾക്കാരെ കൂടെ. അവിടെയൊക്കെ ദൈവം ആളും സഹായവും എല്ലാം ദൈവം ഇവിടെ ഒരുക്കി.
എൻ്റെ ഹസ്ബൻഡ് ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഇവിടെ ഫയൽ ഓപ്പൺ ചെയ്തു. കീമോ ആദ്യത്തെ 8 കീമോ എടുക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. 8 കീമോ എടുത്തു. എൻ്റെ ആദ്യത്തെ കീമോ എടുത്ത് 14 ദിവസമായപ്പോഴേ എൻ്റെ മുടിയൊക്കെ പൊഴിയാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൽ ഒരു രോമം പോലും ഇല്ല. അങ്ങനെ എന്നിട്ട് പുള്ളിക്കാരന് മനസ്സിലാവുന്നില്ല. ഞാൻ അപ്പോഴത്തേന് വിഗൊക്കെ വെച്ചു. ഈ ഐബ്രോസ് ഒക്കെ ഇങ്ങനെ വരച്ചൊക്കെ വെക്കും. വീഡിയോ കോള് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പരമാവധി ഞാൻ എടുക്കത്തില്ല. ഞാൻ ഡ്യൂട്ടിയാണ്, കോവിഡ് ഡ്യൂട്ടി ആകുമ്പം പുള്ളിക്ക് അറിയാം ബിസിയാണെന്നറിയാം. അപ്പൊ എടുക്കത്തില്ല. പിന്നെ മോള് വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങി അപ്പോഴത്തേന്. അപ്പം അവളെനിക്കൊരു സപ്പോർട്ടായിട്ട് കുഞ്ഞ് കൂട്ടത്തിലുണ്ട്. അവൾക്ക് ഓൺലൈൻ ക്ലാസ്സാ. അപ്പം അവളുടെ ഫോണിലോട്ട് വിളിക്കും, മമ്മി എന്തിയെ പറയും, മമ്മി ഡ്യൂട്ടിയില്ല, അല്ലെ മമ്മി ബാത്റൂമിലാ. അങ്ങനെയൊക്കെ കൊച്ചും അവള് കുഞ്ഞ്, അവൾ 8.5 വയസ്സേ ഉള്ളൂ. പക്ഷെ അവള് എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ നിന്ന്. അവിടെ വായിന്നൊരു വാക്കുപോലും പപ്പായോട് പറയത്തില്ല അവള്. മമ്മിക്ക് വയ്യാന്നോ, മമ്മിക്ക് ഇന്ന അസുഖമാണെന്നോ. സാധാരണ കുഞ്ഞുങ്ങൾ അതൊക്കെ പറയുന്ന, അവളതൊന്നും പറയാം. ഞാൻ പറഞ്ഞു, മോനെ പപ്പയോട് ഇതൊന്നും പറയണ്ട, പപ്പയ്ക്ക് ഇതൊന്നും താങ്ങാനുള്ള കഴിവില്ല. നമുക്ക് കർത്താവ് ശക്തി തന്നിട്ടുണ്ട്. നമുക്ക് ഇതിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകുന്നത്. ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വളരെ ഹാപ്പി ആയിട്ട് അന്നേരം കീമോ എടുക്കുമ്പോഴും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. ദൈവത്തിന്റെ കർത്താവിന്റെ സഹായം ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിലും ഒരു ഭാരമോ ഒരു വിഷമോ ഒരു നിരാശയോ ഒന്നും തോന്നാതെ, അന്ന് ഓൺലൈൻ സൂം മീറ്റിങ്ങുകളാണ് നമുക്കുള്ളത്, ചർച്ചിന്റെയൊക്കെ. അവിടെയും ദൈവത്തിന്റെ വചനം എന്നെ ബലപ്പെടുത്തി. നമ്മുടെ വരണ്ട നിലത്തിലും നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തി. നമ്മുടെ വിശപ്പടക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ വചനം ഞങ്ങളെ സഹായിച്ചു. പലപ്പോഴും സൂം മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ ക്ഷീണം കീമോ കഴിഞ്ഞ് ഞാൻ കടന്നു വന്നിട്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോവും. കിടന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോകും. ഇതുപോലുള്ള ഇങ്ങനെ ഓരോ ചാനലുകളിലൊക്കെ വരുന്ന സാക്ഷ്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ടും ബലപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെ കഷ്ടതകളിലൂടെ കടന്നുപോയത് സാക്ഷ്യം, അതെന്നെ ഭയങ്കരമായിട്ട് എന്നെ ബലപ്പെടുത്തിയ ആ സമയങ്ങളായിരുന്നു. സാക്ഷ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കാൻ തുടങ്ങുന്ന അന്നാ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ സാക്ഷ്യം ഒരു ബലമായിട്ട് തീരട്ടെ. ഞാൻ അന്ന് 5 കീമോ ആയപ്പോഴും ഞാൻ പറഞ്ഞില്ല. അപ്പൊ എന്റെ പാസ്റ്റർമാര്, നാട്ടിലത്തെ പാസ്റ്ററിനോട് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ആന്റിക്കും അറിയാം, പ്രാർത്ഥിക്കുന്ന 1-2 ഫാമിലിക്ക് മാത്രം അറിയാം, ബാക്കി ആർക്കും അറിയത്തില്ല. എന്റെ കൂട്ടുകാർക്കും അറിയാം. നാട്ടിൽ അറിഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ലീക്ക് ആവും, പുള്ളിക്കാരൻ അറിയുമെന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇപ്പൊ ഇത് പറയണ്ട, എനിക്കിതൊക്കെ നേരിടാനുള്ള ശക്തി കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം പുള്ളിയോട് ഇത് പറയണ്ട, പുള്ളി സന്തോഷമായിട്ട് അവിടെ ഇരിക്കുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയും, ദീപ്തി നമുക്കിത് അനി ബ്രദറിനോട് പറയണ്ടായോ, എങ്ങനെ ഇത് മുന്നോട്ട് എങ്ങനെ പോകും? നാട്ടിൽ നിന്ന് എന്റെ പാസ്റ്റർ പറഞ്ഞു, ദീപ്തി ഇങ്ങ് പോരാ, അവിടെ ആരും ഇല്ലല്ലോ സഹായത്തിന്, ഇവിടെ വന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല പാസ്റ്റർ, ഇവിടെ എല്ലാം ഫ്രീ ആണ്, നമുക്ക് നല്ല ബെസ്റ്റ് ട്രീറ്റ്മെന്റാണ് ഇവിടെ കിട്ടുന്നത്, ഞാൻ ഇവിടെ നിന്ന് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് അവരെയൊക്കെ ഞാൻ ധൈര്യപ്പെടുത്തും. അങ്ങനെ 5ാമത്തെ കീമോ ആയി. എന്റെ തലയിൽ മുടിയൊന്നുമില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് തലയിൽ എപ്പോഴും ഈ തുണി ഇങ്ങനെ ചുറ്റിയിട്ടേക്കും. അപ്പൊ പുള്ളി എന്നെ വീഡിയോ കോൾ വിളിക്കുമ്പോഴൊക്കെ കാണുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ കുളിച്ചിട്ട് ഇങ്ങനെ ടവല് മുകളിലോട്ട് ഇങ്ങനെ ചുറ്റിയിട്ടേക്കും, അല്ലെങ്കിൽ ഈ ഷോൾ ഇങ്ങനെ മറച്ചേക്കും, വിഗ് വെച്ചിട്ട് ഇങ്ങനെ, മുടിയൊക്കെ ഉള്ള പോലെ ഇരിക്കുമല്ലോ വിഗ് വെക്കുമ്പോൾ. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് എന്നെ കാണുമ്പോഴും മനസ്സിലാവത്തില്ല. ചിലപ്പോൾ എന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല. എന്നാലും പറയാം, നിനക്ക് ഭയങ്കര നന്നായിട്ട് ക്ഷീണമുണ്ടല്ലോ, നൈറ്റ് കഴിഞ്ഞിട്ട് വന്നാണ്, നന്നായിട്ടൊന്ന് ഉറങ്ങുന്നൊക്കെ പറയും എന്നോട്. അത്രേ പുള്ളിക്ക് മനസ്സിലാവുന്നുള്ളൂ. പിന്നെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ ഓർപ്പിക്കും, നിന്റെ പിന്നെ ആ ട്യൂമർ അത് എടുത്തു കളയുന്ന കാര്യം എന്തായി, അത് എപ്പോഴും എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, അത് എടുത്ത് കളയണം, അത് ഡോക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് പറയും. 5ാമത്തെ കീമോ ആയപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിത് ഹസ്ബൻഡിനോട് പറയാം, എത്ര നാളാ നമ്മളിത് വെക്കുന്നത്, എന്തായാലും പുള്ളി ഇത്ര ആയല്ലോ, ദൈവം എന്നെ ഇത്രത്തോളം ബലത്തോടെ നിർത്തിയിരിക്കുന്നു. ഞാനും പറയാം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ കർത്താവ്, നമുക്ക് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാ. നമുക്ക് തുണയായിട്ട് ദൈവം തന്ന ആൾ എന്റെ കഷ്ടത്തിൽ എന്റെ കൂടെ ഇല്ല. ആ സമയത്ത് കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവൻ എനിക്ക് തുണയായിട്ട് കൂടെ നിൽക്കുകയും കാണുകയും അറിയുകയും ചെയ്യേണ്ടത്, എനിക്ക് ഷെയർ ചെയ്യുകയും ഒന്നും ഒരാളെക്കാട്ടിലും കൂടുതലായിട്ടും പ്രിയപ്പെട്ടവനോടാണ് പറയാനും ധൈര്യപ്പെടുത്താനും ഒക്കെ കൂടെ നിൽക്കേണ്ട ആളാ. പക്ഷെ ആ സമയത്ത് എനിക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാ. അപ്പൊ ഞാൻ പറഞ്ഞ, എന്തായാലും ഇത് നമുക്ക് പറയാം, ഇത്രത്തോളം ആയല്ലോ. 5ാമത്തെ കീമോ ആറായപ്പോഴത്തേനും ഞാൻ പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞു, അനീച്ച അന്ന് നമ്മൾ ചെയ്ത മാമോഗ്രാം കഴിഞ്ഞു, അന്ന് ബയോപ്സി ചെയ്തായിരുന്നു, ഇതുപോലെ റിസൾട്ടൊക്കെ വന്നു, ഇങ്ങനെയൊക്കെയാണ്, എന്റെ 4 കീമോ കഴിഞ്ഞു, ദൈവം ഇത്രയും നമ്മളെ സഹായിച്ചു
നമ്മളെ കഷ്ടത്തിലൂടെ ഒക്കെ കടന്നു പോയാലും അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയെങ്കിലും നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവമാണെന്ന് പുള്ളിയോട് പറഞ്ഞ് പുള്ളി ധൈര്യപ്പെടുത്തി നിർത്തി. അപ്പം പുള്ളി വളരെ കേട്ടപ്പോൾ വളരെ അപ്സെറ്റ് ആയിപ്പോയി. കർത്താവെ, ഇതെന്താ ഇങ്ങനെ? നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു പോകും. ചുഴലിക്കാറ്റടിച്ച് പടക് മുങ്ങുമാറ് തിരകൾ പടകിലേക്ക് കയറിയാലും മുങ്ങിപ്പോകാതെ താണുപോകാതെ ദൈവം കരം പിടിച്ച് നമ്മളെ ഉയർത്തുവാൻ ശക്തനാ. ഞാനിങ്ങനെ പുള്ളിയെ ധൈര്യപ്പെടുത്തി, നമ്മളെ അങ്ങനെ ദൈവം കൈവിട്ട് കളയത്തില്ല. അപ്പോൾ പുള്ളിയുടെ ചോദ്യം മുഴുവൻ ഇതാ, എന്താ ഇങ്ങനെ ഒന്നും മാറി ഇങ്ങനെ എന്താ കഷ്ടതകൾ ഇങ്ങനെ വരുന്നത്? എന്നാല് കർത്താവ് വിശ്വസ്തനാ. വിളിച്ച ദൈവം നമ്മളെ വിളിച്ച കർത്താവ് യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ തള്ളിക്കളയത്തില്ല. അങ്ങനെയൊക്കെ ധൈര്യപ്പെടുത്തി പുള്ളിയെ നിർത്തി. ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഒരാഴ്ച ഇങ്ങനെ വിഷമിച്ചിരുന്നു. എൻ്റെ അമ്മയും അപ്പോഴാ അറിയുന്നത്, സഹോദരങ്ങൾ ഒക്കെ അന്നേരം അറിയുന്നത് ഇതൊക്കെ. ഇത്ര ഞാൻ പറഞ്ഞു, ഇത്രയും എന്നെ ബലപ്പെടുത്തിയില്ലേ, എന്നെ നിർത്തിയില്ലേ, ഇതിലൂടെ എല്ലാം കടന്നു പോയില്ലേ ഞാൻ? അങ്ങനെ പറഞ്ഞു. ഒരു 2.5 മാസം കഴിഞ്ഞ് ഈ ട്രീറ്റ്മെന്റ് ഇത് അറിഞ്ഞിട്ട് 2.5 മാസമായി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കീമോ 8 എണ്ണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് ഡോക്ടർ പറഞ്ഞു സർജറി. അങ്ങനെ ലെഫ്റ്റ് സൈഡ് ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. പിന്നെ റേഡിയേഷൻ 15 റേഡിയേഷൻ ഞങ്ങൾ എടുത്തു. അങ്ങനെ അതിലൂടെ എല്ലാം കർത്താവ് നടത്തി. അവിടെയൊക്കെ എൻ്റെ സിസ്റ്ററിലോ എനിക്ക് സഹായമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ നാക്കെല്ലാം പൊട്ടി, എൻ്റെ വായെല്ലാം പൊട്ടി, എനിക്കൊരു ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ല. ഈ കീമോ എടുത്ത് വരുമ്പോഴത്തേന് ഭയങ്കര ക്ഷീണോ, ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല, ഭയങ്കര ക്ഷീണം. എന്നാലും ഞാൻ ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ബലപ്പെട്ട് വചനം പറഞ്ഞ് റൂമിൽ കൂടി ഇങ്ങനെ നടക്കും. അന്നേരം എൻ്റെ കുഞ്ഞിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അവള് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇവള് പാട്ട് പാടാനുള്ളൊരു കൃപ കുഞ്ഞിന് ദൈവം കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പാട്ട് പാടും എൻ്റെ കുഞ്ഞ്. അപ്പം ഞാനിങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊരു ആശ്വാസത്തിനായിട്ട് എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെ മൈക്ക് എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എടുത്ത് പിടിച്ച് ഇവളിങ്ങനെ എനിക്കൊരു സന്തോഷം തരാൻ വേണ്ടി ഇവള് പാട്ട് പാടും. അപ്പൊ ഞാൻ പറയുമ്പോൾ പാട്ട് പാടെന്ന് പറയും. ഇവള് പാട്ട് പാടുന്നു. ദീനത്തിലല്ലേ പാട്ട് പാടട്ടെ എന്ന് ബൈബിൾ പറയുന്ന പോലെ കുഞ്ഞ് എനിക്ക് വേണ്ടി പാട്ട് പാടും. അപ്പം ഒരു ദിവസം പാടി, പിറ്റേ ദിവസം പാടി, പിന്നെ ഇവളിത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നല്ല പാട്ടാണല്ലോ. ഓരോ നല്ല പാട്ടുകളും നമ്മളെ ആശ്വസിപ്പിക്കുന്ന പാട്ട് പാടി. അപ്പൊ ഇവള് തന്നെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് മമ്മിക്ക് ഒരു ആശ്വാസ ഗാനമെന്നും പറഞ്ഞ് ഓരോ പാട്ടുകൾ ഓരോ ദിവസം. ആദ്യമൊക്കെ ഒരു പാട്ടിന്റെ 4 വരിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചെറുതായിട്ട് ഇവള് വചനം പറയാൻ തുടങ്ങി. അപ്പം ഇതിങ്ങനെ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ആന്റി, ഒരു ഫാമിലി ഉണ്ട്, എനിക്ക് എപ്പോഴും ഫുഡ് ഉണ്ടാക്കി കൊണ്ട് തരുകയും എന്നെ ഒത്തിരി കെയർ ചെയ്യുന്ന, അവർക്ക് അറിയാം ഇതെല്ലാം. അപ്പം ഓരോ ആഴ്ചയിലും കീമോ കഴിയുമ്പോഴത്തേനും എനിക്ക് വേണ്ടുന്ന ഫുഡെല്ലാം പുള്ളിക്കാരത്തി ഉണ്ടാക്കി ഡബ്ബയിലാക്കി എല്ലാം ലേബൽ ചെയ്ത് കൊണ്ടുവരും. ദൈവം അവരെയൊക്കെ സഹായിച്ച ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടൊക്കെ എൻ്റെ കൂട്ടുകാര്, എനിക്ക് നല്ല കൂട്ടുകാര്. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇച്ചിരി ദൂരം ഞാൻ താമസിക്കുന്നത്. അത് മാത്രമേ ഉള്ളൊരു പ്രയാസം. കടന്നു വരാനായിട്ട് പറ്റുന്ന സാഹചര്യമല്ല. ഞാൻ കീമോ എടുത്ത് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയം. അതുകൊണ്ട് ആൾക്കാർക്ക് ഭവനങ്ങളിൽ വരാനും മടിയാ. എങ്കിലും എന്നെ സ്നേഹിക്കുന്ന ചില കൂട്ടുകാരുണ്ട്. അവര് ഇത് കണക്ക് ഫുഡൊക്കെ ആയിട്ട് എന്നെ വന്ന് നോക്കിയവരുണ്ട്. വീട്ടിൽ നിന്ന് ഒരമ്മയെ പോലെ എന്നെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചവരുണ്ട്. എനിക്ക് ആരും ഇല്ലായിരുന്ന സ്ഥാനത്ത് ദൈവം എന്നെ നടത്തി. അതുകൊണ്ടൊക്കെ എൻ്റെ സിസ്റ്ററിലോയും എന്നെ ഒരുപാട് സഹായിച്ചു. കീമോയ്ക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം പുള്ളിക്കാരത്തിയാ. അങ്ങനെ ദൈവം നടത്തി. കുഞ്ഞെനിക്ക് വേണ്ടി ഇങ്ങനെ പാട്ട് പാടി 40 ദിവസം ഇവളി പാട്ട് പാടി. ഹസ്ബൻഡിനോട് പറയുന്ന സമയം വരെ ഇവളി പാട്ട് പാടി. അത് കഴിഞ്ഞപ്പോൾ പറയാം, മമ്മിക്ക് ഇനി എന്തിനാ ആശ്വാസം, പപ്പ അറിഞ്ഞല്ലോ, ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ആ പാട്ട് നിർത്തി. ചെറിയ വചനം പറയും. അപ്പൊ റെക്കോർഡ് ചെയ്ത് ഈ ആന്റിക്ക് അയച്ചു കൊടുക്കും. ആന്റി ഇതുപോലെ കഷ്ടത്തിലിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് അയച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് എല്ലാവരും ഭയങ്കര ആശ്വാസമായിരുന്നു ആ സമയത്ത്. അപ്പൊ അവരിങ്ങനെ രാത്രി 9 മണിയാകാൻ വേണ്ടി നോക്കിയിരിക്കും, കുഞ്ഞിന്റെ പാട്ട് വരുന്നു, ഇന്ന് വേറെ പാട്ടില്ലേ, ഇങ്ങനെ നോക്കിയിരിക്കുന്നവരുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര, ഞാൻ കീമോ കഴിഞ്ഞ് വരുമ്പം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനാന്നേലും എൻ്റെ കാലൊക്കെ ഒന്ന് ഭയങ്കര വേദനയാണ്, ശരീരത്തിനൊക്കെ വേദന, കാലിന് വേദന. ആദ്യത്തെ 4 കീമോ എന്ന് പറയുന്നത് നമുക്ക് വയറിനും വായ്ക്കും എല്ലാ അസ്വസ്ഥതയും, ഫുഡ് കഴിക്കാൻ വയ്യ, നാക്കെല്ലാം പൊട്ടി, എരിവൊട്ടും കഴിക്കാൻ വയ്യ, അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളാണ്. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് നല്ലതായിട്ട് ഫുഡങ്ങ് കഴിക്കും. നമ്മുടെ ആരോഗ്യം ഞാൻ നോക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേണ്ടെങ്കിലും ഫുഡ് കഴിക്കുകയും. അത് കണക്ക് കീമോയ്ക്ക് ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ കീമോ തരും. സാധാരണ നാട്ടിലൊക്കെ 21 ഡേയ്സ് ആകുമ്പോഴാണ് കീമോ കൊടുക്കുന്നത്. ഇവിടെ ഈ കോവിഡ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തീർക്കണം. ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി അവർ പറയും, നിങ്ങളൊക്കെ യങ്ങായിട്ടുള്ള ആൾക്കാരാ, 2 വീക്സ് കൊണ്ട് ഇത്
എടുത്ത് തീർക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോഴത്തേനും എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് മെഡിക്കൽ ബോർഡ് കൂടി അങ്ങനെ 6 മാസത്തെ ലീവ് കിട്ടി. അങ്ങനെ ഞാൻ കോവിഡ് ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ല, ഇപ്പം ഇങ്ങനെയുള്ളവർക്ക് ലീവ് കൊടുക്കും. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് വീട്ടിൽ ഇരിക്കുക. കടകളിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും പറയും കടകളിലൊന്നും പോകരുത്, ക്യൂ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കുകയും ഞാനും കുഞ്ഞും കൂടെ പോവും. ഞങ്ങൾ മാസ്കും ഒക്കെ വെച്ച് വിഗൊക്കെ വെച്ച് ഞാൻ പോയി ക്യൂ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കും. പിന്നെ അടുത്ത കീമോയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം കുക്ക് ചെയ്തെല്ലാം വെക്കും. കാരണം കീമോ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവളെന്നോട് കുഞ്ഞിന് ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും എനിക്ക് അത് വേണം ഇത് വേണം. ചിലപ്പോൾ ഞാൻ പറയും മോള് തന്നെ ഉണ്ടാക്കി കഴിക്കുക, അവള് തന്നെ ഒരു നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ അവള് തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഓൺലൈൻ ക്ലാസ്സും ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ സന്തോഷമായിട്ട് ആ കീമോ ഒക്കെ എടുക്കുന്ന സമയവും കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തി. കർത്താവ് തുണയായിട്ടിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞു, ഇത് റേഡിയേഷനും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ നാട്ടിലൊക്കെ ഒന്ന് പോകാനായിട്ട് ദൈവം സഹായിച്ചു. 6 മാസം അവിടെ എല്ലാം ദൈവത്തിന്റെ ഭയങ്കര സാന്നിധ്യം, കർത്താവിന്റെ സാന്നിധ്യം എന്നെ ഇത്രത്തോളം നിർത്തിയത്. ആ കഷ്ടതയിലൊക്കെയും കർത്താവിന്റെ കൃപ കൂടെയിരുന്നു. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് കഷ്ടതയില. അപ്പോഴും നമ്മൾ പറയും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ കർത്താവ് ഇതാവുന്ന വഴി എന്ന് പറയുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മൾ ആ ഒരു സമയത്താ. അവിടെയൊക്കെ കർത്താവ് സഹായിച്ചു. പൈതങ്ങളെ പഠിക്കുവാനായിട്ട് മോന് +2 നല്ല മാർക്കോടുകൂടി കുഞ്ഞവിടെ പാസ്സായി. അവന് ബിടെക്കിന് കാരുണ്യയിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോൾ 9th പഠിക്കുന്നു. ദൈവം ഇത്രത്തോളം സഹായിച്ചു. ഞാനത് പറയട്ടെ, എൻ്റെ ഹസ്ബൻഡ് അന്നേരം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഓർക്കും ഫിനാൻഷ്യലി ഞാൻ എങ്ങനെ ആയിരിക്കും, പുള്ളിക്ക് നല്ലൊരു എമൗണ്ട് വേണം. മെഡിസിനൊക്കെ ആയിട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് അറിയാം, മെഡിസിനൊക്കെ നല്ല കോസ്റ്റ്ലി. അപ്പൊ ഞാൻ ഓർക്കും എൻ്റെ ദൈവമേ, ഞാൻ 6 മാസം മെഡിക്കൽ ബോർഡാ. പുള്ളി ആദ്യം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടുന്ന ശമ്പളം അവര് ബ്ലോക്ക് ആക്കി വെക്കുമോ, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ഭാരപ്പെട്ടു. എന്നാൽ അവര് ആ ഫുൾ സാലറി എനിക്ക് തന്നുകൊണ്ടിരുന്നു. ബാങ്കുകാർ പോലും കോവിഡിന്റെ സമയത്ത് ലോണൊന്നും കട്ട് ചെയ്യാതെ ഞാൻ അവർക്കുള്ളത് വായിച്ചു കൊടുക്കും നാട്ടിലോട്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു. അതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ അവിടെ തിരിച്ചു വരാൻ പറ്റിയില്ല വിസയില്. പുള്ളി അവിടെ ഞങ്ങൾ നേരത്തെ വാങ്ങിച്ച ഒരു വസ്തുവിലൊരു കട വെക്കാനായിട്ട്, ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പൊ ആദ്യം ഞാനിത് അറിഞ്ഞപ്പോ ഞാൻ ഓർത്തു, ദൈവമേ, മുന്നോട്ട് എന്റെ ഭാവി, നമ്മൾ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുമല്ലോ, എന്റെ കാര്യം എന്താ, പുള്ളിയുടെ ഭാവി എന്താ, എല്ലാം ഒരു അനിശ്ചിതത്വത്തിലാണ് നിൽക്കുന്നത്. കുഞ്ഞുങ്ങളെ ആര് നോക്കും, ഞങ്ങളുടെ കാര്യത്തിലൊന്നും ആരുടെയും കാര്യത്തിലൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് ഭാരപ്പെടുമ്പോഴും പുള്ളി മുന്നോട്ട് ചെയ്യുക, ഒരു ബിസിനസ് തുടങ്ങാനുള്ള കാര്യങ്ങൾ, ഒരു ബിൽഡിംഗ് കെട്ടാനും. അപ്പൊ ഞാൻ എന്റെ പാസ്റ്ററെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നുണ്ട്, പാസ്റ്ററെ ഇപ്പൊ തുടങ്ങണ്ടെന്ന് പറ, ഇപ്പൊ അതൊന്നും ചെയ്യണ്ട. പുള്ളി പിന്നെ വീട്ടിലെ ചെറിയ കാര്യങ്ങൾ, മതിലിന്റെ പണി, അങ്ങനെയുള്ള നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയും പാസ്റ്ററോട് എന്ന് പറയും, ഇങ്ങനെ പൈസ ചെലവാക്കി കളയണ്ട, നമുക്കറിയത്തില്ലല്ലോ മുന്നോട്ട് എന്താവും എന്നുള്ളത്. അതുകൊണ്ട് പുള്ളിയോട് പറയണമെന്ന് പറയും. പാസ്റ്റർ ചെന്ന് പറയുന്ന, അനി ബ്രദറെ ഇപ്പൊ ഇതൊക്കെ വേണോ? അപ്പൊ പാസ്റ്ററിനോട് ഇച്ചിരി അല്പം നീരസം തോന്നി. പുള്ളിക്കാരൻ, എന്താ പാസ്റ്റർ, നല്ലൊരു കാര്യം ഞാൻ തുടങ്ങാൻ പോകുമ്പോൾ പാസ്റ്റർ ഇങ്ങനെ പറയുന്നേ? പാസ്റ്ററിന് അറിയത്തില്ലല്ലോ, പുള്ളിക്കാരൻ അറിയത്തില്ല ഞാൻ ഒരു സിറ്റുവേഷനിൽ ആണെന്നുള്ള കാര്യം. ഏതായാലും കൊള്ളാം. ദൈവം എല്ലാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കേട്ടാ കൂടി വ്യാപിപ്പിക്കുന്നത്. ആ കോവിഡിന്റെ സമയത്ത് ആ ബിൽഡിങ്ങിന്റെ പണിയെല്ലാം പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. 2022 23 ഒക്കെ ആയപ്പോഴത്തേനും അവിടെ നല്ലൊരു സ്ഥാപനം, കർത്താവ് ഒരു ഇലക്ട്രിക്കൽ ഷോപ്പ്, പ്ലംബിങ്ങിന്റെ ഒക്കെ ഒരു ഷോപ്പ് ബിസിനസ് തുടങ്ങാനായിട്ട് കർത്താവ് സഹായിച്ചു. സമൃദ്ധിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്ന ഒരു ദൈവം എന്നുകൂടി പറയാനായിട്ട് ഞാൻ ദൈവത്തെ ഉയർത്തുക. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയെങ്കിലും നമ്മളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവ. ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ പ്രതികൂലങ്ങളിലെല്ലാം കർത്താവ് വിശ്വസ്തനായി കൂടെയിരുന്നു. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ദൈവത്തിന്റെ വലിയ വിടുതലുകൾ, സാക്ഷ്യങ്ങളൊക്കെ കാണുവാനായിട്ട് കർത്താവ് എന്നെ രക്ഷിച്ച്. എന്റെ കർത്താവ്, ഞാൻ ഓർക്കുക, എന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങളാണ് കർത്താവ് തന്നത്. ഒന്ന്, എന്റെ രക്ഷ, കർത്താവ് തന്ന രക്ഷ, അത് ദാനമായിട്ട് തന്നത് എന്റെ രക്ഷ. പാപക്കുഴിയിൽ കിടന്ന്, നാശക്കുഴിയിൽ കിടന്ന് എന്നെ ആ ചേറ്റിൽ നിന്ന് എടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ ഉറപ്പിച്ച് നിർത്തിയ രക്ഷ. എന്റെ കുടുംബത്തെ കൂടെ വീണ്ടെടുത്തു. എന്റെ പ്രിയപ്പെട്ടവനെ, എന്റെ കുഞ്ഞുങ്ങളെയും കൂടെ കർത്താവ് രക്ഷയിലേക്ക് നടത്തി. എന്റെ മാതാവിനെ രക്ഷയിലേക്ക് നടത്തി. എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒന്ന്,
എനിക്ക് തന്ന സമാധാനം. എൻ്റെ കഷ്ടതയിലൊക്കെ എൻ്റെ കർത്താവ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ പോലെ ആ ക്രിസ്തുവിന്റെ സമാധാനം ഞാൻ അന്ന് അനുഭവിച്ച എൻ്റെ ഹൃദയത്തിൽ. ആ കർത്താവിന്റെ സമാധാനം. ഒന്ന് എൻ്റെ സൗഖ്യം, അടിപ്പിണരുള്ള സൗഖ്യം. ഞങ്ങൾ മാനുഷികമായിട്ട് ലോകത്തിലെല്ലാം ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. ഞങ്ങൾ അതിലൂടെ എല്ലാം കടന്നുപോയി. പക്ഷെ അവിടെയൊക്കെയും ദൈവം താങ്ങി നിർത്തി. അനേകര് ഞാൻ ഓർക്കുക, കഷ്ടത വരുമ്പോൾ അവര് നിരാശപ്പെട്ട് പലരും ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന ആ ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ഈ ഇടയ്ക്കെല്ലാം ന്യൂസിലെല്ലാം കേട്ടതാ. പക്ഷെങ്കിൽ ആ ഒരു നിരാശപ്പെട്ടു പോകാതെ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും നിരാശപ്പെട്ടു പോകാതെ ദൈവം അവിടെയൊക്കെ നമ്മളെ താങ്ങി ബലപ്പെടുത്തി നിർത്തി. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം തന്നു. എത്രത്തോളം ദൈവം സഹായിച്ചു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവരെയൊക്കെ ദൈവം ഈ സാക്ഷി അവരെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു മുഖാന്തരം എനിക്ക് ഒരുക്കി തന്ന പ്രിയ ആന്റിയോട്, ജോയ്സ് ടിവിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ. ഓക്കെ ദീപ്തി സിസ്റ്ററെ, ദൈവത്തിൻ്റെ വചനം സിസ്റ്റർ പറഞ്ഞ പോലെ അനേക കഷ്ടങ്ങൾ നിങ്ങളെ കാണുമാറാക്കിയവനെ ഞങ്ങളെ വീണ്ടും ജീവിപ്പിച്ചിരിക്കുന്നു. നമ്മളെ ജീവിപ്പിക്കുന്നവനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വലിയവനാണ്. കർത്താവിൻ്റെ നാമം ഹല്ലേലൂയ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവ് പിന്നെയും കുടുംബത്തെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, നിലനിർത്തട്ടെ. വിശ്വാസത്തിൽ ക്ഷീണിച്ചും തളർന്നും പോകാതെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ കുടുംബമായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധന നീതിമാനും നിത്യനുമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇത്രത്തോളം കർത്താവെ എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ, എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങള്, കർത്താവ് വിടുതലുകള്, സൗഖ്യങ്ങളെയൊക്കെ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം കർത്താവെ സ്തോത്രം. അങ്ങ് കർത്താവ് മുഖാന്തരം ഒരുക്കി തന്ന ഈ ജോയ്സ് ടി വി കർത്താവെ സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ചാനലിനെ ദൈവം അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്ന കർത്താവെ സ്തോത്രം. വലിയ ഒരു കർത്താവെ സ്തോത്രം ആശ്വാസമായി കർത്താവ് വിടുതലായി തീരണം. സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവമേ, ചാനലിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രിയാന്റിക്കായി സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ സ്തോത്രം സ്തോത്രം. മുന്നോട്ട് അത് വളരുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ അത് കർത്താവെ സ്തോത്രം സ്തോത്രം കർത്താവെ വളരെ കർത്താവെ ആശ്വാസമായി തീരത്തക്കവണ്ണം ദൈവകരങ്ങളാൽ ഇതെടുത്ത് ഉപയോഗിക്കപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സാക്ഷ്യം പറയുവാനടിയനെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലേശ്വര നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഓക്കെ.